കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എഴുതി തുടങ്ങിയത്. ആദ്യം തന്നെ എങ്ങനെ ഓൺലൈനിൽ കാശുണ്ടാക്കാം. അപ്പോൾ സ്ലോവാക്യ എന്നുള്ള യൂറോപ്പിലെ രാജ്യത്ത് അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുക എന്നുള്ള ഇതായിരുന്നു. അനീഷ് എൻ്റെ ടി വി ഷോ കാണില്ല, കാരണം ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യും, ഞാൻ എടുത്ത് നോട്ട് എടുത്തോണ്ടിരിക്കും, സ്ക്രീൻഷോട്ട് എടുക്കും, സ്ക്രീൻ കാസ്റ്റ് ചെയ്യും. പബ്ലിക് എക്സാമുകളൊന്നും അങ്ങനെ എഴുതിയില്ല. എക്സാം ആകുമ്പോൾ നേരെ എൻ്റെ കൂടെ ഒരു ബുള്ളറ്റും ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റ് എടുത്ത് ഞാൻ നേരെ ബാംഗ്ലൂർ പോകും, അവരുടെയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് വന്ന് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രോപ്പ് ചെയ്തു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട്. പഴയ റഹ്മത്തോട്ടല്ലേ ഗേറ്റിൻ്റെ അതിന് തൊട്ട് മുകളിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഓഫീസ് സ്പേസ്. 10-13 വയസ്സുള്ള കൂടുതൽ ഗൂഗിൾ ചെക്ക് അയക്കും 15,000. ആദ്യമൊക്കെ കളിയാക്കലായിരുന്നു, ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് ചെക്ക് ഇറങ്ങി വരുമോ, കാശ് വരുമോ അതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം ഇറക്കിയപ്പോൾ തന്നെ ഇറങ്ങിയ ആഴ്ച തന്നെ എല്ലായിടത്തും പെട്ടെന്ന് വൈറലായി. പ്രൊഡക്റ്റിൽ നമ്പർ 1 ആയി, ഹാക്കർ ന്യൂസിൽ നമ്പർ 1 ആയി. ഞാൻ Tier 1 ഓൺട്രപ്രണർ വിസ എന്നുള്ള ആ സമയത്തുള്ള വിസ എടുത്താൽ പോയത്. എന്ന് വെച്ചാൽ 2 കോടി രൂപ അക്കൗണ്ടിൽ കാണിക്കണം. ഇടയ്ക്ക് ഗൂഗിൾ പിടിച്ച് ബാൻ ചെയ്യും, എല്ലാം കൂടെ 0ലേക്ക് പോകും, തിരിച്ച് പിന്നെയും തുടങ്ങും. ഇപ്പം എത്ര കൺട്രീസിലുണ്ട്? നമുക്ക് 110 കൺട്രീസിൽ ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഏറ്റവും എളുപ്പമുള്ള വഴി ബൈ മൈ കോഫി ആണെന്ന് ഞാൻ പറയാം. ഏറ്റവും നല്ല വഴിയാവണമെന്നില്ല. എനിക്ക് എപ്പോഴും കൺസ്യൂമറിൻ്റെ ഭാഗത്താണ്, മർച്ചൻറ്റിൻ്റെ ഭാഗത്തല്ല. വെൽക്കം ജിജോ. താങ്ക് യു. ഇന്നലെ നമുക്കറിയേണ്ടത് എവിടെയാണ് ജീവിക്കാനാണ് ഇഷ്ടം? അതായത് നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ജീവിക്കുന്നതാണോ, അതോ UK ഇപ്പോൾ കരളെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ US എവിടെ ജീവിക്കാൻ ഇഷ്ടമോ? ഞാനിപ്പോൾ ജീവിക്കുന്നിടത്ത് ഞാനിപ്പോൾ UK ജീവിക്കുന്നത്. UK ജീവിക്കുക അവിടെയാണ് ഇഷ്ടം, അതുകൊണ്ടാണല്ലോ അവിടെ ജീവിക്കുന്നത്. പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എൻ്റെതായ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നടക്കാൻ പറ്റുന്ന പുറം സ്ഥലങ്ങൾ, നടക്കാൻ പറ്റും വാക്കബിളായിട്ടുള്ള സ്ട്രീറ്റ്, ഓക്കെ, നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവിടെ 2015 പോയപ്പോൾ തൊട്ട് മലയാളികളായിട്ടും അല്ലാണ്ടുമായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്, എന്നെപ്പോലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയവരൊക്കെ ആയിട്ടുള്ളവർ. അതെല്ലാം കൂടെ ആലോചിച്ച് ഫാമിലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ UK പ്രിഫർ ചെയ്യുന്നു. ശരിക്കും ജിജോയുടെ മനസ്സിൽ എഴുത്താണോ മെയിനായിട്ട്, അതോ സ്റ്റാർട്ടപ്പാണോ മെയിനായിട്ട്? അതായത് ഞാൻ കുറേ റൈറ്റിംഗ് ഒക്കെ എഴുതുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ സമയം ഇപ്പോഴും റൈറ്റിങ്ങിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ടോ? ഫുൾ എഴുത്താണ്. അതെന്ന് വെച്ചാൽ ഞാൻ ആരെയും കാണിക്കാനുള്ള എഴുത്തല്ല, നോട്ട് എടുക്കും കുറേ. ഞാൻ ദിവസം ഒരു 2-3 മണിക്കൂർ നോട്ട് എഴുതും, ചുമ്മാ നോട്ട് എഴുതിക്കൊണ്ടിരിക്കലാണ്. എന്നുവെച്ചാൽ കാണുന്ന വീഡിയോ കണ്ടാലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ പോകുന്നേരം എഴുതും. ഒരു ഒബ്സഷനാണ്. ഞാൻ പറയല്ലേ, എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം TV ഷോ കാണാറില്ല. അലീഷ എൻ്റെ ഒപ്പം TV ഷോ കാണില്ല, കാരണം ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യും, ഞാൻ എടുത്ത് നോട്ട് എടുത്തോണ്ടിരിക്കും, സ്ക്രീൻഷോട്ട് എടുക്കും, സ്ക്രീൻ കാസ്റ്റ് ചെയ്യും. മൂവി കാണുമ്പോഴും ചെയ്യാറുണ്ട്, കുറേ ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത്, കാരണം എനിക്ക് തല വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും നല്ലൊരു കാര്യം കിട്ടിയാൽ ഞാൻ എഴുതി വയ്ക്കും. എൻ്റെ തല ഫ്രീ ആയിട്ടിരിക്കുമല്ലോ, എനിക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാമല്ലോ. അതുകൊണ്ട് എഴുത്ത് കുറേ ഉണ്ട്. അതിൻ്റെ എഴുത്തുനിന്ന് തന്നെയാണ് പ്രൊഡക്റ്റുകളും വരാറുള്ളത് കുറേ കേട്ടോ. ഒരു ഫീച്ചർ ഇതൊക്കെയാണെങ്കിൽ ആദ്യം എഴുതി ഉണ്ടാക്കും. നല്ലതാണെങ്കിൽ എഴുത്തുനിന്ന് അടുത്ത ഡിസൈനിലേക്ക് പോകും. ഇല്ല അവിടെ കിടക്കും. അവിടെ കിടന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് നോക്കുമ്പോൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചുമ്മാ എഴുത്തുണ്ട്. ശരിക്കും കരിയർ സ്റ്റാർട്ട് അല്ല, ശരിക്കും എഴുത്തുനിന്നാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലേ, ബ്ലോഗർ ആയിരുന്നു ആദ്യം, നല്ലതായിട്ട് കണ്ടന്റ് എഴുതായിരുന്നു എന്ന് മനസ്സിലായി. എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റോറി ഒന്ന് ഇവർക്ക് വേണ്ടിയിട്ട്? എനിക്ക് ഏകദേശം അറിയാം, എന്നാലും എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ശരിക്കും എവിടുന്ന സ്റ്റാർട്ട് ചെയ്ത്, എവിടെ സ്കൂൾ പഠിച്ചത്? കോഴിക്കോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഞാൻ മലപ്പുറത്ത് ജനിച്ച് 6ാം ക്ലാസ് വരെ മലപ്പുറത്തായിരുന്നു. അപ്പച്ചൻ അമ്മച്ചിയുടെ കൂടെയാണ് ഞാൻ വളർന്നത്. അതിനുശേഷമാണ് കോഴിക്കോട്ടേക്ക് വന്നത്. അപ്പോഴത്തേക്കും പപ്പയും മമ്മിയും സ്ലോവാക്യ എന്നുള്ള യൂറോപ്പിലെ രാജ്യത്ത് അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുക എന്നുള്ള ഇതായിരുന്നു. അതിനുശേഷം അവരവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ശേഷമാണ് ഞാൻ പപ്പയുടെ അമ്മയുടെ ഒപ്പം ജീവിച്ചത്. അതുവരെ അപ്പച്ചൻ അമ്മച്ചിയുടെ ഒപ്പമായിരുന്നു. അപ്പോൾ എഴുതാനൊക്കെ ശരിക്കും മോട്ടിവേഷൻ അപ്പച്ചനും അമ്മച്ചിയുടെ അടുത്ത് കിട്ടിയതാണ്? അല്ലല്ല, എഴുതാനുള്ള മോട്ടിവേഷനോ ഇൻട്രസ്റ്റോ ഒന്നും ചെറുപ്പത്തിൽ സത്യം ഇല്ലായിരുന്നു. എനിക്ക് വായിക്കുമായിരുന്നു, ഞാൻ ചെറുപ്പത്തിലെ ബുക്കുകൾ കുറേ വായിക്കുമായിരുന്നു. പക്ഷേ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എഴുതി തുടങ്ങിയത്. ആദ്യം തന്നെ എങ്ങനെ ഓൺലൈനിൽ കാശുണ്ടാക്കാം എന്നുള്ള ആ സമയത്തുള്ള എല്ലാവരും ചെയ്ത പരിപാടി. അതെ, അത് തന്നെ നോക്കി. അതിലൊരു പരിപാടിയായിരുന്നു എഴുതി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സർവീസായിട്ട് കിട്ടും. അതിന് പുറമെ ആഡ് റവന്യൂ എന്നുള്ള രീതിയിൽ ഒരു ബ്ലോഗ് ഉണ്ടാക്കി. ആ ബ്ലോഗ് വളരെ വൈറലായി. യങ്ങസ്റ്റ് ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞ അവാർഡും മനോരമയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അത് വലിയ കാര്യമായിരുന്നു. ഏത് സമയത്ത്? സ്കൂൾ പഠിക്കുന്ന സമയത്താണോ? പിന്നെ സ്കൂൾ പഠിക്കുമ്പോൾ 13 വയസ്സുള്ളപ്പോൾ. 10 വയസ്സുള്ളപ്പോൾ. അപ്പോൾ 8ാം ക്ലാസ്സിലുള്ളപ്പോൾ. അതെ, 2007-8 സമയങ്ങളിലെ കണ്ടാണ്. ശരി. അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞ്, +2 ഒക്കെ നാട്ടിൽ തന്നെ? +2 ഒക്കെ നാട്ടിൽ. ഡിഗ്രി നാട്ടിൽ പഠിച്ചോ? ഡിഗ്രി 2 വർഷം വരെ ഒരു സൈക്കോളജി ഡിഗ്രി നാട്ടിൽ നിന്ന് ചെയ്തു. അതിന് ശേഷം ആണ് ഈ സ്റ്റാർട്ടപ്പിലായിട്ട് ഫുൾ ഇറങ്ങി തിരിച്ച് ഓഫീസ് തുടങ്ങലും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ റൈറ്റിംഗ് ഉണ്ടായിരുന്നു? സമയത്ത് ഇല്ലല്ല, വ്ളോഗിങ്ങും പരിപാടിയൊക്കെ കാശുണ്ടാക്കി. ഒരു 15 വയസ്സായപ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ ഞാനൊരു സ്റ്റാർട്ടപ്പും ചെറുതായിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഒരു ആഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയായിരുന്നു.
ആഡ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് പരസ്യപരമാനായിരുന്നല്ലോ എഴുത്തുന്നത്. അതെ അതെ. അപ്പോൾ അതൊന്നും ഈ എഴുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ളായിരുന്നില്ല. ഗൂഗിളിൻ്റെതൊക്കെ എല്ലാം വലിയ പബ്ലിഷേഴ്സിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ചെറിയ എഴുത്തുകാർക്ക്, അതായത് ബ്ലോഗേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്നുള്ള രീതിയിൽ ഒരു ആഡ് നെറ്റ്വർക്കിന് തുടങ്ങി. 6 മാസം നടത്തിച്ചു. ഒന്നാമത് ഞാൻ ഈ വേറെ വഴികൾക്കൊക്കെ ഉണ്ടാക്കിയ കാശ് കൊണ്ട് $15,000 ആ സമയത്ത് വലിയ എമൗണ്ട്, ഇപ്പോഴും വലിയ എമൗണ്ടാണ്, ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ആഡിൻ്റെ സ്റ്റാർട്ട് ചെയ്തത്. 6 മാസം ഓടി, 7 മാസം കൂട്ടി. 6 മാസത്തിൽ അത്യാവശ്യം വലുതായി, 6 മില്യൺ ഇംപ്രഷനൊക്കെ. പക്ഷേ ബിസിനസ് മോഡൽ ഇല്ലായിരുന്നു. എന്തായാലും ചെയ്തത് ശരിക്കും ബേസിക്കലി ഒരു ആഡ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ അഡ്വർടൈസേഴ്സ് ഉണ്ടാവും, ബ്ലോഗേഴ്സ്, പബ്ലിഷറും ഉണ്ടാവും. പക്ഷേ ഈ ഭാഗം എനിക്കറിയായിരുന്നു. അത് ഗൂഗിളിന് ആഡ്സെൻസ് പോലെ. ഗൂഗിളിന് ആഡ്സെൻസ് ഓൾട്ടർനേറ്റീവ് ആയിരുന്നു. അത് ശരി. അന്ന് ആഡ്സെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആഡ്സെൻസ് ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു 100 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല. ആ സമയത്ത് ബിഡ്വർടൈസർ, ചിറ്റിക, ആഡ് ബ്രൈറ്റ്, എനിക്കിപ്പോൾ പറയാം, എനിക്കൊരു 100 എനിക്കെല്ലാം മനസ്സിലുണ്ട്. ഇൻഫോലിങ്സ്, എല്ലാത്തിനകത്തും ഞാൻ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് തുടങ്ങിയത്. പക്ഷെ വർക്കായില്ല. കാര്യം അഡ്വർടൈസേഴ്സ് ഇല്ലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു ആ കാര്യം ചെയ്യാൻ. അവരെ ഓൺബോർഡ് ചെയ്യാൻ ഭയങ്കര. പക്ഷേ ഈ 15 വയസ്സുള്ള ആൾക്ക് ഇതൊന്നും വലിയ ബോധ്യം ഉണ്ടാവില്ലല്ലോ. നമ്മളങ്ങ് ചെയ്തത് കൂടെ ആൾക്കാരുണ്ടായിരുന്നു. ചേട്ടൻ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു ആ സമയത്ത്. സ്വന്തം ചേട്ടൻ. ഓക്കെ. സ്വന്തം ചേട്ടനാണ് സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡ് ഒക്കെ ചെയ്തതാണ്. ചേട്ടൻ എന്താണ്? എനിക്ക് അനിയനെ അറിയുള്ളൂ. ആണോ? ചേട്ടൻ മൈബിംഗ് ഓഫീലുണ്ട്, ടീമിലുണ്ട്. ശരി. അപ്പോൾ എന്തായിട്ട് ഒരു ഫ്രോഡ് മാനേജ്മെൻറ്റിലാണ്. പുള്ളിക്ക് കുറച്ച് ടെക്നിക്കൽ സ്കിൽസും ഉണ്ട്, എന്നാൽ ഫ്രോഡ് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഫ്രോഡ് മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പരിപാടിയാണ്. 3 ആൺമക്കളെങ്കിലും. 3 ആൺമക്കളാണെങ്കിൽ. അത് ശരി. എൻ്റെ മനസ്സിലിരുന്ന 2 പേരുള്ളതല്ല. ചേട്ടന് സ്റ്റാർട്ടപ്പും പരിപാടിയിലൊന്നും അധികം താല്പര്യമില്ല. ശരി. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. നിങ്ങൾ 2 പേരോടെയാണ് ഇത് ചെയ്ത് ആഡിൻ്റെ ചെയ്തത്. ശരി. അപ്പോൾ ആ സമയത്തേ ഉണ്ട്. അപ്പോൾ പക്ഷേ ആ സമയത്ത് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് കൺസെപ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അങ്ങനെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത്? ഉണ്ടായിരിക്കാം, എനിക്കറിയില്ലായിരുന്നു. ഞാൻ വീട്ടിലിരുന്ന്, നമ്മുടെ അടുക്കളയുടെ അടുത്തൊരു ചെറിയ റൂമുണ്ട്, അവിടെ ഇരുന്ന് ചെയ്താൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സംസാരിച്ചിരുന്നവരൊക്കെ എല്ലാവരും ഓൺലൈനുള്ള ആൾക്കാരാണ്. പിന്നെ കുറച്ച് പേരൊക്കെ കണ്ടു, പക്ഷെ എല്ലാവരും ഓൺലൈനായിരുന്നു. ഒരു ലൈഫ് ഓൺലൈനായിരുന്നു ആ സമയത്തെന്ന് പറയാം. അപ്പോൾ ഓൺലൈനായിരുന്നു വെച്ചാൽ ഇപ്പോൾ ആ സമയത്ത് തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ സൂപ്പറായിരുന്നു. ഇംഗ്ലീഷൊക്കെ എഴുതി ഇംഗ്ലീഷൊക്കെ സെറ്റാണ്. ഇംഗ്ലീഷും ആക്ച്വലി ഓക്കെ ആയിരുന്നു എന്ന് പറയാം. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നമ്മളെ സമയത്ത് ഓക്കെ ഒന്നും ആയിരുന്നല്ലോ. ഇപ്പം ഞാൻ വെബ് ആർക്കൈവ്സിൽ പോയാൽ നമുക്ക് കാണാമല്ലോ പഴയ ആർട്ടുകളൊക്കെ. അത് കണ്ടാ കരച്ചിൽ വരും. വേറെ കാര്യം. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ മോശമാണ്. തട്ടിമുട്ടി പോയി ആ സമയത്ത് കാരണം ചെയ്തു. ഇന്നത്തെ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് മോശമായിരിക്കും. പക്ഷെ അന്ന് അത്രയും രീതിയിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊക്കെ ഇപ്പോൾ പ്രോട്ടോടൈപ്പ് തുടങ്ങിയ സമയത്ത് എൻ്റെ പേടിയെന്ന് വെച്ചാൽ പുറത്തുള്ള പല ടീമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം പിന്നെ ഓക്കെ, പക്ഷെ പണ്ട് ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. പക്ഷേ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊന്ന് നമുക്കേ ഉള്ള കൺസേൺ എന്ന് തോന്നുന്നത്. പുറത്തുനിന്ന് ആൾക്ക് സബ്സ്റ്റൻസാണ് വേണ്ടേ. അയാൾ എത്ര നല്ലപോലെ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ലല്ലോ നമ്മളോട് സംസാരിക്കാൻ വരുന്ന ആൾ അല്ലല്ലോ. നമ്മളോട് നമ്മുടെ സബ്സ്റ്റൻസ്, നമ്മുടെ ഐഡിയാസ്, അല്ലെങ്കിൽ നമ്മളോടുള്ള കാര്യം, അതല്ലേ പ്രധാനം. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അതിൽ ആക്സെൻറ്റും പരിപാടി ഇതൊക്കെ പിന്നത്തെ കാര്യമാണ്, രണ്ടാമത്തെ. പക്ഷെ നമ്മളത് മനസ്സിൽ ഭയങ്കര ഒരു ന്യൂനതയായിട്ട് കൊണ്ടെടുക്കും. നമ്മളുണ്ടാവും, നമുക്ക് ആ മനസ്സിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. കാശ് മോശമാണെന്നുള്ള വിചാരം തുടക്കത്തിലെ കുടുംബത്തിന് കിട്ടി. പണിയെടുക്കുന്ന മോശം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അതേപോലെ ഇംഗ്ലീഷ് മോശമെന്നുള്ള കാര്യം, എല്ലാം കൊണ്ടും നമ്മുടെ നിറം, എല്ലാത്തിനോടും നമുക്ക് നമ്മളോട് വെറുപ്പല്ലേ. അല്ലേ? എന്തിനാണ് നമ്മളത്ര വെറുക്കുന്നതല്ലേ? ശരിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ്, അല്ല സ്കൂൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഡ്രോപ്പ് ചെയ്തു. ഈ 6 മാസം കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. 10ാം ക്ലാസ്സിലേക്ക് വളരെ മുമ്പായിരുന്നു. വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, 15 വയസ്സ് കഴിയുമ്പോൾ 10 ആയോ എനിക്കറിയില്ല. 10ാം ക്ലാസ് ആ സമയത്താണ്. കാര്യം 2010 ലോഞ്ച് ഡേറ്റ് ആഡിൻ്റെ കൂടെ. അതെനിക്ക് ഓർമ്മ. 10/10/10 ഞാൻ 94 ലൈൻസ്. അപ്പോൾ എനിക്ക് 15-16 വയസ്സ്. 6 മാസം നടന്നുള്ളൂ. അതിനുശേഷം ഞാൻ 1.5 വർഷത്തോളം കമ്പ്യൂട്ടർ ഇട്ടിട്ടില്ല. ആ പരിസരത്തേക്ക് പോയിട്ടില്ല. കാര്യം ആ സൈറ്റ് നിർത്തിയപ്പോഴത്തോടെ എനിക്ക് ഭയങ്കര ഡൗൺ ആയി ഞാൻ. കാര്യം വലിയ ആഗ്രഹങ്ങളോടെ ഇതാണ്. കാശ് എന്തൊക്കെയോ ചെയ്യാവുന്ന കാശ് ഞാൻ ഇതിൽ കൊണ്ടേ കളഞ്ഞ് മൊത്തം പോവുകയും ചെയ്തു. അതിന് മുന്നേ പക്ഷേ ബ്ലോഗ് എഴുതി കൊടുത്തിട്ട് ഇൻകം വരുമായിരുന്നു. ബ്ലോഗ് എഴുതി കൊടുത്തു. പിന്നെ ഞാൻ അപ്പോൾ ഈ കസ്റ്റമേഴ്സിനെ ഇവിടെ കണ്ടുപിടി ചെയ്ത എല്ലാം വിദേശത്തുള്ള ആൾക്കാർക്ക്, എല്ലാം വിദേശത്തുള്ള ആൾക്കാർ. ഞാൻ ഇ ബുക്ക് വിറ്റായിരുന്നു, കുറേ ഇ ബുക്കുകൾ വിറ്റു. വാരിയർ ഫോർ എന്നുള്ളൊരു ഓൺലൈൻ ഫോറം ഉണ്ടായിരുന്നു. അതിൽ $1000s of ഇ ബുക്ക് വിറ്റു. അതിന് പുറമെ ബ്ലോഗ് ഉണ്ടാക്കി കൊടുത്തത് വിറ്റു, ഓട്ടോ ബ്ലോഗുകൾ വിറ്റു. ആ സമയത്ത് ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ ആ സമയത്ത് എവിടെ നിന്ന് കിട്ടിയതാണ്? നമ്മൾ നെറ്റ് സെർച്ച് ചെയ്ത് കിട്ടിയതാണോ, അതോ വേറെ ആരെങ്കിലും കൂടെ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നോ? കൂടെ ചെയ്യുന്നവരായിട്ട് എനിക്കറിയില്ല, ആരുണ്ടായിരുന്നില്ല. പക്ഷേ മലയാളികളായിട്ട് കുറച്ച് പേര് അവിടെ ഇവിടെ നിന്നൊക്കെ ബ്ലോഗുകൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ ഈ ഓട്ടോ ബ്ലോഗിൻ്റെ കാര്യം, അങ്ങനെ നമ്മൾ മാറി ചെയ്ത കാര്യങ്ങളൊന്നും വേറെ ആരും കൂടുതലവർ ചെയ്തവരല്ല. പുറത്ത് കുറച്ച് അവിടെ ഇവിടെയും കണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ഇ ബുക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, അത് ഈ ചെയ്തതിനെക്കുറിച്ച് ഞാൻ ഇ ബുക്ക് ഉണ്ടാക്കി വിറ്റ്. അപ്പോൾ അതും ഇതായിരുന്നു. അതൊക്കെ ആ സമയത്ത് നടക്കുള്ളൂ. ആ വർഷം ആദ്യമായിട്ട് ഓട്ടോ ബ്ലോഗ് എന്ന് പറഞ്ഞ് ഭയങ്കര ഇതായി വന്നാൽ ഓട്ടോമാറ്റിക്കലി ബ്ലോഗ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു, ഇപ്പം അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ഗിമ്മിക്കാണ് ആ സമയത്ത്. ശരിയാണ്, ആ സമയത്ത് ബ്ലോഗ് എഴുതാൻ.
ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് വന്ന് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രോപ്പ് ചെയ്തു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട്. അതെ. ഇതിലോട്ട് എത്തിയത് ബൈ മീ കോഫിലോട്ട്. സൈക്കോളജി ഡിഗ്രിയാണ്. ഞാൻ ചുമ്മാ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ചുമ്മാ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. ലിസ കോളേജ് എന്ന് പറഞ്ഞ് വയനാട്ടിലുള്ള ഓക്കെ. കോളേജിൽ പോയി ചെയ്തു. സിൽവർ ഹിൽസും ചിന്മയിലും പഠിച്ചിട്ട് ഞാനത് ലിസ കോളേജിൽ പോയി 2 വർഷം സൈക്കോളജി പഠിച്ചു. എന്നിട്ട് ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്യാൻ കാര്യം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ ഒരിക്കലും പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രോപ്പ് ചെയ്യാനൊരു പ്രശ്നമൊന്നും ആയിരുന്നില്ല. ഞാൻ പബ്ലിക് എക്സാമുകളൊന്നും അങ്ങനെ എഴുതിയില്ല. എക്സാം ആകുമ്പോൾ നേരെ എൻ്റെ കൂടെ ഒരു ബുള്ളറ്റും ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റ് എടുത്ത് ഞാൻ നേരെ ബാംഗ്ലൂർ പോകും. അവരുടെയൊക്കെ ആയിരുന്നു കാര്യം. ഞാൻ പ്യൂർലി അവിടെ പോയി അത് ഇതാക്കുക. സൈഡിൽ കൂടെ എനിക്ക് ഈ വർക്കുകൾ ഉണ്ടായിരുന്നു, ഈ ബ്ലോഗ് റൈറ്റിങ്ങിൻ്റെ ബ്ലോഗുകൾ, വേറെ പ്രൊഡക്റ്റുകളുടെ കാര്യം. ആടിൻ്റെ സമയത്ത് കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വേറെ പ്രൊഡക്റ്റുകൾ ചെയ്യാനുള്ള പരിപാടികളുണ്ടായിരുന്നു. ഞാൻ കുറേ സൈഡ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ടെക്കിങ് കൂടി ആയിരുന്നു. പിന്നെ കുറേ സൈഡ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആരും അറിയില്ല എന്നുള്ളൂ. ഞാൻ കുറേ ഫെയിലിയർ കോഡ് ചെയ്യും തുടക്കത്തിൽ. ഇപ്പോൾ ഞാൻ കുറേ കാലമായി അൺടിൽ ഒരു 2 മാസം മുമ്പോട്ട് ഞാനും അലീഷ ജോസഫും കൂടെ ഒരു ചെറിയ സൈഡ് പ്രൊജക്റ്റൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. ടീമിനെ ആരെ അറിയിക്കാൻ. ഇപ്പോഴൊരു സീക്രട്ട് പ്രൊജക്റ്റാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പേ ഒരു 10 വർഷത്തോളം എനിക്ക് തോന്നുന്നു അധികമൊന്നും ഞാൻ കോഡ് ചെയ്യാറില്ല. പക്ഷേ ഏർലി ഓൺ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. ആ സമയത്ത് ഇൻവോൾവ് ആയി ചെയ്തു. ആൻഡ് ഈ ഒരു നിര ഉണ്ടായിരുന്നു പ്രൊജക്റ്റുകളുടെ. ഓക്കെ. പ്രോ യുആർഎൽസ്, ടെൻലി കുറേ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഡിഗ്രി 2 വർഷം കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്തു. അപ്പോഴും ബൈ മീ കോഫിലോട്ട് എത്തിയോ? ഇല്ല, എത്തിയിട്ടില്ല. ബൈബി കോഫി UK എന്നാണ് ആദ്യം ഐഡിയ വന്നതും ചെയ്തു ഒക്കെ. അപ്പോൾ 2016-17 സമയത്താണ്. ആ സമയത്താണ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അതിനിടയ്ക്കുള്ള ഗ്യാപ്പിലാണ് ഈ ബ്ലോഗ് വെച്ചിട്ടുള്ള ഇൻകം കൊണ്ടും ബാക്കിയുള്ള ഓൺലൈൻ കോണ്ടന്റ് കുറേ ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽസ് ഉണ്ടായിരുന്ന സമയത്ത് പ്രൊഡക്റ്റ് യൂട്യൂബ് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. ഞാനല്ല ചെയ്യുന്നത്, ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് കുറച്ച് ഇൻകം ഒക്കെ ഉണ്ടാക്കി കോണ്ടന്റ് തന്നെ ഒരു ബിസിനസ് ആക്കി എടുത്ത് 10-15 എംപ്ലോയീസ് ഒക്കെ ആയിട്ട് കോഴിക്കോട് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്തതിൽ? അതിൽ SEO ഉപയോഗിച്ചുകൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് കോഡിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് റിക്വയർമെൻറ്റ് വേർഡ്പ്രസ് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 10 പോസ്റ്റ് ചെയ്ത് അതായത് ഒരു 1000 പേജായിട്ട് ഇൻഡെക്സ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കാര്യം വേർഡ്പ്രസ്സിലെ സെർച്ച് എല്ലാ ക്വയറിയും ഞങ്ങളൊരു പേജാക്കി മാറ്റുന്ന പരിപാടിയൊക്കെ. അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ പക്ഷെ അഡ്വാൻസ് ചേർന്ന ആൾക്ക് അത് കണ്ടെത്താൻ പറ്റും. അത് ഞാൻ മാനുവലി പോയി വേർഡ്പ്രസ് പ്ലഗിൻ എഡിറ്റ് ചെയ്തതാണ്. എന്നിട്ട് വേർഡ്പ്രസ്സിൽ സെർച്ച് റിസൾട്ട്സിന്റെ പേജ് ക്വയറി ഈക്വൽസ് ടു എന്നായിരിക്കും ഉണ്ടാവും. അത് മാറ്റി സ്ലാഷ് ആക്കി ഹൈഫൺ ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ വിചാരിച്ചത് ഫുൾ പേജ് ആണെന്നുള്ള കാര്യം. അത് ഇൻഡെക്സ് ചെയ്യിപ്പിച്ചു ബൾക്കായിട്ട്. ഇങ്ങനത്തെ കുറേ ഉടായ്പകൾ ചെയ്തിട്ട് അങ്ങനെ ആണ് കോഴിക്കോട് ഒരു 10 എംപ്ലോയീസ് ഒക്കെ ആയിട്ട് ആദ്യത്തെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അതിന് മുമ്പേ ചെറിയ ഓഫീസായിട്ട് മലാപ്പറമ്പിലൊരു ഓഫീസ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ റഹ്മത്ത് ഹോട്ടലില്ലേ കോഴിക്കോട്, അതിന് മുകളിൽ ആയിരുന്നു ഞങ്ങളുടെ 2ാമത്തെ ഓഫീസ്. റഹ്മത്ത് ഹോട്ടൽ, പഴയ റഹ്മത്ത് ഹോട്ടലില്ലേ മറ്റേ ഗേറ്റിൻ്റെ, അതിന് തൊട്ട് മുകളിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അതായിരുന്നു നമ്മുടെ 2ാമത്തെ ഓഫീസ് സ്പേസ്. ഇതിനുശേഷം ഹൈലൈറ്റിൽ പ്രോപ്പറായിട്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അപ്പോൾ പാരൻസ് ഒക്കെ കൂടെ ഉണ്ടോ ഈ സമയത്ത്? പാരൻസ് കൂടെ ഉണ്ട്. അവർ ഇതൊക്കെ സപ്പോർട്ടായിരുന്നു. അവർ സപ്പോർട്ടായിരുന്നു. അവരിപ്പം ഒരു ഓഫീസൊക്കെ തുടക്കാൻ പറയുമ്പോൾ അവർ അത് സീരിയസ് ആയി. ചെക്കൻ കൊള്ളാന്നുള്ളൊരു വിചാരമായില്ലേ? അല്ല, എന്നാലും ചെറിയ ഇൻകം വരുന്നതുകൊണ്ടുള്ളൊരു പ്രതീക്ഷ വരുന്നുണ്ട്. അവർ ചെക്ക് ചെറുപ്പം മുതലേ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞില്ലേ 10-13 വയസ്സുള്ള പുതുതല ഗൂഗിൾ ചെക്ക് അയക്കും 15,000-ന്റെ ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് കണ്ടു തുടങ്ങിയപ്പോൾ അവർക്കൊരു ഇതായി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ കളിയാക്കലായിരുന്നു, ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് ചെക്ക് ഇറങ്ങി വരുമോ കാശ് വരുമോ അതൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ അവർക്കൊരു മനസ്സിലായി. ആ സമയത്ത് ഇവിടെ ഉണ്ട് സൂപ്പർ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അവർ നല്ല സപ്പോർട്ട് ചെയ്യാനല്ലേ? അതെ. അപ്പോൾ എവിടുന്ന് അലീഷനെ കണ്ടുപിട്ടുന്നു? അലീഷനൊക്കെ അതിന് മുമ്പ് കണ്ടുപിട്ടി. അലീഷന് 6ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുമല്ലോ. അലീഷ എന്ന് പറയുമ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടോ? അതെ. അലീഷ എന്ന് പറയുമ്പോൾ അലീഷ ജോൺ എൻ്റെ കോ-ഫൗണ്ടറുമാണ്, അതിന് ഉപരി ഭാര്യയാണ്. ഞങ്ങൾ വളരെ ചെറുപ്പം മുതലേ പള്ളിയിൽ നിന്ന് കണ്ടതാണ്. ആ സമയത്ത് ചെറിയ ക്രഷും ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് പിന്നെ നിർത്തി. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ബൈബി കോഫി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞാനൊരു കോഫിക്ക് വിളിച്ചു. UK വന്ന സമയത്ത് ബ്രേക്കിന് കണക്ഷനിലായിരുന്നു. ഫുൾ വിട്ടായിരുന്നു. ഫുൾ കണക്ഷൻ വിട്ടായിരുന്നു. ഓക്കെ. ബൈബി കോഫിക്ക് തൊട്ട് മുമ്പേ ബൈബി കോഫിക്കൊക്കെ തൊട്ട് മുമ്പേ ഹൈലൈറ്റ് ഓഫീസുള്ള സമയത്ത് ഞാൻ ഒരു ദിവസം UK വന്ന സമയത്ത് കോഫിക്ക് വിളിച്ചു. ഓക്കെ. എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ഭയങ്കര നെർവസ്നെസ്. കാര്യം ഞാൻ യൂഷ്വലി ഗേൾസിൻ്റെ അടുത്ത് ഭയങ്കര ചില്ല, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇവളുടെ അടുത്ത് മാത്രം ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം ആ ദിവസം എനിക്ക് മനസ്സിലായി എന്തൊരു സ്ട്രെയിഞ്ച് എനർജി ഉണ്ടെന്ന് ഇവിടെ നിന്ന് മനസ്സിലായി. കാര്യം പണ്ടത്തെ ഒരു ട്രോമയായിരിക്കാം. കാര്യം അവളായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ക്രഷ്. അതുപോലെ അതിനുശേഷം ഞങ്ങൾ ഭയങ്കര അടുത്തു. അങ്ങനെ 2ാമത് കണ്ടു, തിരിച്ചു പോയി. പിന്നെ അലീഷ ഇൻഫോസിസിൽ പോയി. ഞാൻ അലീഷ ടെക്കിയാണ് ബേസിക്കലി. അലീഷ ടെക്കിയാണ്. പക്ഷേ അലീഷ പഠിച്ച സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ശരി. പഠിച്ചിറങ്ങിയത് പാലയെന്ന്. എന്നിട്ട് ടെക്ക് ചെയ്യാൻ മതി. എന്നിട്ട് ഇൻഫോസിസിൽ പോകാൻ വേണ്ടി കോഡിങ് പഠിച്ചു. അങ്ങനെ
ഞങ്ങൾ പ്രോട്ടോടൈപ്പിൽ പറയുന്നത് തന്നെ അതെ. ആർക്കും ടെക്ക് ചെയ്യാതെ. പിന്നെ തീർച്ചയായിട്ടും ആർക്കുവാ ഓക്കെ. സമയത്താണ് മതി. അപ്പോൾ യു കെയിലോട്ട് പോകാനുള്ള വഴി, അതായത് യു കെയിലോട്ട് പോകാനുള്ള പ്ലാൻ എന്ത് വെച്ചിട്ടാണ് യു കെയിലോട്ട് പോയത്? പഠിക്കാൻ പോയതാണോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഐഡിയ? എനിക്ക് പഠിക്കാൻ പോയല്ലോ, പക്ഷേ അവിടെ പോയിട്ട് ഞാനൊരു ചെറിയ ഡിഗ്രി ചെയ്തു, ബിസിനസ് ഡിഗ്രി എന്ന് പറഞ്ഞ് ചുമ്മാ ചെയ്തു. 2 വർഷത്തേക്ക് നിർത്തി, അതും ഇതേപോലെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നിർത്തി. പക്ഷെ പഠിക്കാൻ പോയതല്ല. ഞാൻ ഫണ്ട് റേസ്, അല്ല പിന്നെ പാരൻസ് എന്തിനാ സമ്മതിക്കുക? ഞാൻ എൻ്റെ കാശ് മുടക്കി ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് ഞാൻ അങ്ങനെ സംഭവം ചോദിച്ചില്ല അവരോട്. അവരങ്ങനെ നിരുത്സാഹപ്പെടുത്തിയില്ല. എനിക്ക് ആ ചോദ്യം മനസ്സിലായി. പക്ഷേ ഇന്നലൊരു ടാർഗറ്റ് വേണ്ട നമുക്ക്, നമ്മൾ ഇന്നതിനാണ് പോകുന്നത് ഞാൻ യു കെയിൽ എന്ന് പറയും. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതായിരിക്കും അത് നമ്മളെ അവിടെ ഉണ്ടായിരുന്ന അത് പപ്പനോട് അമ്മയോട് ചോദിച്ചു നോക്കണം. 2016 ഞാൻ താനോട് പറഞ്ഞത്. പക്ഷേ കള്ള പറഞ്ഞ എനിക്കറിയില്ല. അല്ല, എന്നാലും മനസ്സിലെന്തായാലും എന്താ അച്ചീവ് ചെയ്യാന്നുള്ളത്. ഫണ്ട് റേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു യു കെ പോയിട്ട് പോയി ഫണ്ട് റേസ് ചെയ്യാൻ. ഇവിടുന്ന് ഫണ്ട് റേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കാര്യമായിട്ട് നോക്കിയില്ല, ബുദ്ധിമുട്ടാകുന്നൊരു ഫീൽ കിട്ടി. യു കെ പോയാൽ കുറച്ച് ആൾക്കാർ കാണാം, ഫണ്ട് റേസ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. ആ സമയത്ത് പ്രൊഡക്റ്റ് ഭയങ്കര ഇതായിരുന്നു. കാരണം എനിക്ക് കോണ്ടന്റ് എന്നുള്ള ആ പരിപാടി അത് കഴിയാൻ പോകുന്ന എനിക്ക് മനസ്സിലായിരുന്നു. എന്ന് വെച്ചാൽ ആസ് എൻ ജനറൽ കോണ്ടന്റ് അല്ല ഇതല്ല, പക്ഷെ ആ ബ്ലോഗ് വെച്ച് റൈറ്റിങ്ങിൻ്റെ ഇതും ആഡ് റവന്യൂ ഉണ്ടാക്കി ചെയ്യുന്ന ബ്ലോഗിൻ്റെ പരിപാടി തീരാൻ പോകുമെന്ന് എനിക്ക് ഫീൽ കിട്ടിയായിരുന്നു. എനിക്കത് അതിലൊരു എൻജോയ്മെൻറ്റ് നിന്നായിരുന്നു. ഞാൻ കുറേ കാലമായില്ലേ ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമായി, ഡിസൈനിങ്ങിൽ ഭയങ്കര ഇഷ്ടമായി, പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര രസമായി. 2010 ആഡൻറ്റിക്കോ ചെയ്തതിൻ്റെ അത്ര ഒരു ഹൈ പിന്നെ കിട്ടിയിട്ടില്ല. കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് യു കെ പോയി ഫണ്ട് റേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. അതൊരു തെറ്റായൊരു അനുമാനമായിരുന്നു. കാര്യം യു കെന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയില്ല, തീരെ പറ്റിയില്ല. യു കെയിൽ അങ്ങനത്തെ ഒരു കൾച്ചറില്ല, സിലിക്കൺ വാലി കൾച്ചറില്ല. അപ്പോൾ അതിനുശേഷം 1.5 വർഷത്തിന് ശേഷം നേരെ സിലിക്കൺ വാലിയിൽ വിട്ടു. 1.5 വർഷം യു കെയിലെ വന്ന് ഇത് കോഴ്സ് ചെയ്തു. ഞാനവിടെ പോയത് അല്ലെങ്കിൽ പോയിട്ട് എവിടെ പോവുക? അപ്പൊ ഞാൻ എങ്ങനെ എനിക്ക് അവിടെ വിസ കിട്ടിയതൊക്കെ ആയിരിക്കും, ആരടുത്തേക്കാ പോവുക? അപ്പൊ ഞാനിപ്പോ ആദ്യമായിട്ട് യു കെ പോയി, എനിക്കൊരു പ്ലാൻ ഇല്ല. യു കെ പോകുമ്പോഴേ ഞാൻ എവിടേക്ക് പോവും? അതാ ഒരു കമ്മ്യൂണിറ്റി എന്തെങ്കിലും കണക്ഷൻ വേണമല്ലോ. അതെ. ഞാൻ Tier 1 ഓൺട്രപ്രണർ വിസ എന്നുള്ള ആ സമയത്തുള്ള വിസ എടുത്താൽ പോയത്. എന്ന് വെച്ചാൽ 2 കോടി രൂപ അക്കൗണ്ടിൽ കാണിക്കണം. എൻ്റെ കയ്യിൽ 2 കോടിയൊന്നുമില്ല. ഞാൻ എൻ്റെ ഫാമിലിയുള്ള ആൾക്കാർ സ്ഥലം വെച്ച് ലോൺ എടുത്ത് ലോൺ കാണിച്ചുകൊണ്ടാണ് യു കെ പോകാനുള്ള വിസ കിട്ടി. ആ ലോൺ തിരിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് 8 ലോൺ ക്ലോസ് ചെയ്തു. അതിനൊരു ചിലവുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് 10-15 ലക്ഷം രൂപ ചിലവ് തന്നെ വന്നു അതെടുക്കാനുള്ളതും കളിക്കാനുള്ളതായിട്ട്. 2 കോടി കാണിക്കേണ്ടി വന്നു. 2 കോടി എന്നിട്ട് ഓൺട്രപ്രണർ Tier 1 വിസയായിട്ട് 3 വർഷത്തേക്ക് പോയി യു കെയിലേക്ക് ആദ്യം. ശരി. ഈ പോയിട്ട് ഇവിടേക്കാ പോവുക? അതായത് അവിടെ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവിടെ ഓൾറെഡി റിലേറ്റീവ്സ് ആരുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് പോയത്. അതിന് മാത്രമല്ല അവിടെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു അമ്മയുടെ അനിയത്തി ഷാൻറ്റി, എൻ്റെ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനവിടെ അല്ല താമസിച്ചത്, ഞാൻ ലണ്ടനിൽ പോയിട്ടാണ് താമസിച്ചത്. എനിക്ക് ലണ്ടനിൽ തന്നെ വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ടും കൂടെ അവിടെ പോയെന്ന്. പുറകെ തന്നെ എൻ്റെ അനിയനും വന്നു. ഓക്കെ. ഞങ്ങളവിടെ ഒരു റെൻറ്റിനടുത്ത് ഇങ്ങനെ താമസിച്ചു. ആ സമയത്താണ് ബൈ മീ കോഫിയുടെ ഐഡിയ ഒക്കെ വന്നതും ചെയ്തു തുടങ്ങിയതും ഒക്കെ. ഓക്കെ. എന്നാലും അങ്ങനെ ഒരു പർപ്പസ് വരാണ്ടേ? അതായത് ഇപ്പം ഞാനൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പം ഞാനും ഇടയ്ക്ക് ഫൈസലിനോടൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്, നമുക്ക് ഇവിടെ ശരിയാവില്ല, യു എസിലോടെങ്കിലും പോകണം എന്നൊക്കെ പറയും. അപ്പം നമ്മളായിരിക്കും എന്ത് വെച്ച് എന്ത് പർപ്പസിലാണ് പോവുക? അവിടെ പോയിരുന്നിട്ട് കുറേ ദിവസം അവിടെ വെറുതെ ഇരിക്കുമ്പോൾ അവിടെ മടുക്കില്ല എന്നുള്ള മൂടായിരുന്നു. ഇപ്പം പിന്നെയും കുറച്ച് സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് പോകാമെന്ന് വെച്ചാൽ. അപ്പം അങ്ങനെ കമ്മ്യൂണിറ്റി കണക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ അടുത്ത് പോയി. അതെ. എൻ്റെ അറിവിൽ അവിടെ കമ്മ്യൂണിറ്റി ഒന്നും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, അത്രേ ഉള്ളൂ. അതിനുശേഷം കോഴിക്കോട് നിന്ന് തന്നെ കമ്പനി തുടങ്ങി കുറച്ചൊരു 4-5 പേര് ഇപ്പോൾ അവിടെ ഞങ്ങൾ ഒരുമിച്ച് ആ സമയത്ത് തന്നെ പോയവരുണ്ട്. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അതിനുശേഷം പിന്നെ ആരും അധികാരം പോയി കണ്ടിട്ടില്ല. ഞങ്ങൾ 5 പേര് ഭയങ്കര ഫ്രണ്ട്സാണ്. പക്ഷേ അതിനു വേണ്ടി പോയതല്ല. ഞാൻ ചുമ്മാ എനിക്ക് ഫണ്ട് റേസ് ചെയ്യണം, പ്രൊഡക്റ്റ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്, പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്തും ബൈ മീ കോഫി ഐഡിയ ഇല്ല. യു കെ എന്നാണ് ബൈ മീ കോഫി ഐഡിയ വന്നത്. ഓക്കെ. യു കെ എന്നാണ് വരുന്നത്. എങ്ങനെയാണ് ഐഡിയയിലോട്ട് എത്തിയെന്ന് പറയുക? ബൈ മീ കോഫി ഐഡിയ ശരിക്കും ആലോചിക്കുമ്പോൾ നാച്ചുറൽ അല്ല എനിക്ക്. കാര്യം ഞാൻ ഓൺലൈനിൽ എല്ലാ വഴിയും കാശുണ്ടാക്കാൻ നോക്കിയ ഒരാളെന്ന് നിലയ്ക്ക് ബൈ മീ കോഫി ഇപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ വേസ്റ്റ് ടു മേക്ക് മണി അടിച്ചാൽ ബൈ മീ കോഫി എവിടെയെങ്കിലും കാണും നിങ്ങൾ. കാരണം വെച്ചാൽ ബൈ മീ കോഫി അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ. കാര്യം ക്രിയേറ്റേഴ്സിന്, അതായത് ഈ ഐഡിയ ഒന്ന് ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഒന്നുമില്ല, ബൈ മീ കോഫി പേര് കേൾക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി പേരാണ്, പക്ഷെ കോഫിയായിട്ട് ഒരു ബന്ധമില്ല. ഒരു ഫ്രണ്ട്ലി വേ ടു ആസ്ക് ടു സപ്പോർട്ട്, അതാണ് ബൈ മീ കോഫിയുടെ മീനിങ്. ഇപ്പം നമുക്ക് ആളെ അപ്രീഷിയേറ്റ് ചെയ്യണം, ഐ ബൈ യു കോഫി എന്ന് പറയുന്ന പോലെ, ഐ ബൈ യു ബിയർ എന്ന് പറയുന്ന പോലെ. ഇത് വളരെ പണ്ടേ ഉള്ള കോൺസെപ്റ്റാണ്. ഞാൻ ബ്ലോഗുകളിലും അതിനകത്തും ആർട്ടിക്കിളിലൊക്കെ താഴെ കാണാറുള്ള ഹേ ഇഫ് യു ലൈക്ക് ദിസ് പോസ്റ്റ് ബൈ മീ കോഫി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പേപ്പാലിൻ്റെ ലിങ്ക് കൊടുക്കും. അപ്പോൾ ഉള്ള കോൺസെപ്റ്റാണ്. ഞങ്ങളതെടുത്തൊരു പേര് ബ്രാൻഡ് ആക്കി എടുത്തു, ട്രേഡ് മാർക്കും എടുത്ത്, ഡൊമൈനും എടുത്ത്. ഡൊമൈനൊക്കെ ആ സമയത്ത് 1 മാസം ട്രെൻഡാണ് എൻ്റെ യു കെയിലെ. അത് കൊടുത്തു, വാങ്ങിച്ചു, അതെല്ലാം എക്സിക്യൂട്ട് ചെയ്തു.
ഞാൻ വിചാരിച്ചിരുന്നൊരു വലിയ പ്രൊഡക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗമായി. അപ്പോൾ ഞാൻ പബ്ലിഷർ എന്ന് പറഞ്ഞിട്ടൊരു ലോകം കീഴടക്കാനുള്ളൊരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മറ്റേ പബ്ലിഷേഴ്സിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ചെറിയ മൊഡ്യൂളാണ് ബൈമിയോഗ്രഫി. അപ്പോൾ പബ്ലിഷർ ഒരു മനുഷ്യൻ പോലും കാര്യമാക്കി എടുത്തില്ല. ബൈമിയോഗ്രഫി ഇപ്പം ഇറക്കിയപ്പോൾ തന്നെ ഇറങ്ങിയ ആഴ്ച തന്നെ എല്ലായിടത്തും പെട്ടെന്ന് വൈറലായി. പ്രൊഡക്റ്റ് ഹണ്ടിൽ നമ്പർ 1 ആയി, ഹാക്കർ ന്യൂസിൽ നമ്പർ 1 ആയി, ട്വിറ്ററിൽ കുറേ വൈറലായി. കാരണം എനിക്ക് തോന്നുന്നു ആ പേരിൽ കുറച്ച് മാജിക് ഉണ്ട്, ഡിസൈൻ നല്ലതായിരുന്നു, ഐഡിയ പെട്ടെന്ന് റെസണേറ്റ്. പേരാരാ സജസ്റ്റ് ചെയ്ത്? പേര് ചുമ്മാ ഞാൻ തന്നെ എടുത്ത സജഷൻ ഒന്നും അല്ലായിരുന്നു. ഇൻഫാക്ട് ആ പേര് കണ്ടപ്പോഴായത് നല്ലൊരു ഐഡിയ ആയിരിക്കും. നല്ല ഐഡിയ ആണ്. ഞങ്ങൾ തന്നെ പേര് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ എന്തെന്ന് വെച്ചാല് പ്രോട്ടോടൈപ്പ് തുടങ്ങുന്ന സമയത്ത് ഈ ടെലിഗ്രാമിൽ സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ആൾക്കാർക്ക് ബഗ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു താങ്ക്സ് പറയല്ലോ. അപ്പോൾ ഞങ്ങൾ താഴെ ചോദിക്കും താങ്ക്സ് മാത്രമേ ഉള്ളൂ, ബൈമിയ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രാജർബാന്റെ ഒരു 100 രൂപയുടെ ലിങ്ക് ഇട്ടെടുക്കും. അടിപൊളി. അത് കോൺസെപ്റ്റ് ഉണ്ടല്ലേ, ഒരു രസമുള്ളൊരു കോൺസെപ്റ്റ് അല്ല. അതെ, അന്ന് നമ്മൾ പരിചയപ്പെടുന്ന സമയമാണ്. അപ്പോഴാണ് നമ്മൾ ബൈമിയ കോഫി കേട്ടത്. അപ്പൊ നമ്മൾ ഇവരോട് ചുമ്മാ ബൈമിയ ബിരിയാണി പറയാൻ വേണ്ടിട്ടല്ല, ചുമ്മാ ഒരു വെച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ അങ്ങനെ UK നിന്ന് ഈ പ്രൊഡക്റ്റ് ഐഡിയ ആയി. എന്നിട്ട് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നിട്ടാണോ ഇവിടുന്നാണോ എങ്ങനെയാണ് അതിൻ്റെ രീതി? അല്ലെങ്കിൽ US പോയതിൻ്റെ സിറ്റുവേഷൻ? UK നിന്നുകൊണ്ട് തീരെ ഫണ്ട് കിട്ടും? അപ്പോഴും നാട്ടിൽ ടീം ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. പോയെങ്കിലും ടീം നാട്ടിലുണ്ടായിരുന്നു. അനിയനായിരുന്നു നോക്കി നടത്തിയത്, ജോസഫ്. എൻ്റെ അനിയൻ എങ്ങനെ ഇതിലോട്ട് എത്തിയത്? അനിയൻ ഏട്ടനെ കണ്ട് ഫാനായിട്ട് വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അനിയൻ 10ാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒപ്പം കുറേ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഈ കയറുന്നതും താഴുന്നതും, ഇടയ്ക്ക് ഗൂഗിൾ പിടിച്ച് ബാൻ ചെയ്യും, എല്ലാം കൂടെ 0ലേക്ക് പോകും, തിരിച്ച് പിന്നെയും തുടങ്ങും, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ. ആ ചാലഞ്ചസിലൂടെ ജോസഫ് എൻ്റെ ഒപ്പം കുറേ പോയതാണ്. അപ്പോൾ 10+2 ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ എത്ര ഇയർ ഗ്യാപ്പ് ഡിഫറൻസ് ഉണ്ട്? 2 വർഷം. 2 വർഷമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ജോസഫ് എൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത്. അങ്ങനെ നാച്ചുറലി വന്ന ഒരു പ്ലാൻ, ഒരു ദിവസം രാവിലെ ഡേറ്റ്, ഇനി നമുക്കൊരു കമ്പനി തുടങ്ങാം, അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ആള് +2 പിന്നെ ഡിഗ്രിക്കൊന്നും പോയില്ല? ഡിഗ്രിക്ക് പോയി, ഡിഗ്രിക്ക് പോയി നിർത്തി. അതും ഫസ്റ്റ് ഇയറായി നിർത്തിയിരുന്നു. ഫസ്റ്റ് ഇയർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടല്ലോ. കൊള്ളാം. അതും ബുദ്ധിമുട്ടില്ലാത്ത, വീട്ടുകാർക്ക് പരാതി പറയാൻ പറ്റാത്തൊരു ഡിഗ്രി എന്നുള്ള രീതിയിൽ അക്കൗണ്ടിങ് അങ്ങാണ്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒരു താല്പര്യമില്ലായിരുന്നു. ഏറ്റവും എളുപ്പമുള്ള ഡിഗ്രി അതാ, അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയി. എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഹൈലൈറ്റിൽ പോയി ഓഫീസിൽ CEO ആയിട്ടിരിക്കുക. അതായിരുന്നു ജോസഫ് ചെയ്തോണ്ടിരുന്നത്. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പറ്റാവുന്ന പോലെ പോകും, അല്ലെങ്കിൽ ലീവ് എടുക്കും, ബാക്കി സമയം വന്ന് ഓഫീസിലിരുന്ന് ടീം റൺ ചെയ്യും. അതായിരുന്നു ജോസഫ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ടീം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ആയിരുന്നു, UK യിലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് UK യിലുള്ള സമയത്തും കമ്പനി ഇവിടെ നന്നായി നടന്നു പോയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നല്ലൊരു ടീം ഉണ്ടായിരുന്നു എപ്പോഴും. അങ്ങനെ ബൈമിയ കോഫി പ്രൊഡക്റ്റ് ആണ് ബിൽഡ് ചെയ്ത് ഫസ്റ്റ് തന്നെ? എങ്ങനെയാണ് അതിൻ്റെ? അല്ല, അതിനു മുമ്പേ ഈ പറഞ്ഞ പബ്ലിഷർ എന്നുള്ളൊരു വലിയൊരു വിഷനൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബൈമിയ കോഫി എന്നുള്ള ഐഡിയ. സംഭവം പബ്ലിഷർ ഒന്നുമില്ല. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിലൊക്കെ പോവുകയാണെങ്കിൽ, വലിയ ന്യൂസ് പേപ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് വരുന്ന പേവാൾ ഉണ്ടല്ലോ, ആ പേവാൾ എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്വെയർ പേവാൾ സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഈ ആഡ് റവന്യൂയുടെ കാലം കഴിയാൻ പോവാണ്, ആൾക്കാർ ഇനി പേ ചെയ്തായിരിക്കും ന്യൂസ് വായിക്കുക എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ തുടങ്ങിയ പ്രൊഡക്റ്റ് ആയിരുന്നു പബ്ലിഷർ. അപ്പോൾ അതിൽ ഈ ഡൊണേഷൻ പാർട്ടിൻ്റെ ഒരു എലമെൻ്റാണ് ബൈമിയ കോഫി. ഇത് ചെറിയ ബ്ലോഗേഴ്സിന് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം, കാരണം അവർക്ക് പേവാളൊന്നും വെച്ച് ആരും പോയി ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതായിരുന്നു ബൈമിയ കോഫി. പക്ഷേ പബ്ലിഷർ അങ്ങനെ ഞാൻ നോക്കിയിട്ടും ശ്രമിച്ചിട്ടും അങ്ങ് ആരും അത്ര റെസനേറ്റ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നത് അതിനുള്ള ക്രെഡിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വലിയ പബ്ലിഷേഴ്സും ഉണ്ട് ഉപയോഗിക്കാൻ. എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കറക്റ്റ്. അതിനേക്കാൾ എളുപ്പം ഇതായിരിക്കുന്നില്ലേ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിലോട്ട് പോകാൻ. അതുകൊണ്ട് നന്നായി പബ്ലിഷറിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആലോചിച്ച് നോക്കി, എന്ത് ബോറായിരിക്കും. ബൈമിയ കോഫി രസമല്ലേ? രസമാണ്. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് പേഴ്സണലി കണക്ഷൻ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. കുറച്ച് കൂടുതലാണെങ്കിലും ഉള്ളൂ. ഈ ടോപ്പ് ക്രിയേറ്റേഴ്സിനൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തരം പിങ്ങി. ബൈമിയ കോഫിയുടെ കാര്യം അല്ലെങ്കിലും പിങ്ങി, അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ അടുത്തോട് ചോദിക്കും. അത് അത്ര വളരെ ക്ലോസ് ആയ കുറേ പേരാണ്. ഇപ്പം എത്ര കൺട്രീസിലുണ്ട്? നമുക്ക് 110 കൺട്രീസിൽ ക്രിയേറ്റേഴ്സ് ഉണ്ട്. മില്യൺസ് ഓഫ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാവരും കാശ് ഉണ്ടാക്കുന്നില്ല. ഒബ്വിയസ്ലി ഒരു ചെറിയ ശതമാനമല്ലേ കാശ് ഉണ്ടാക്കുള്ളൂ അതിനകത്ത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നു 70,000 പേര് കാര്യമായിട്ടുള്ള രീതിയിൽ കാശുണ്ടാക്കി. 70,000 ക്രിയേറ്റേഴ്സ് പല കൺട്രീസിനായിട്ട്. യുക്രൈനൊക്കെ വളരെ കൂടുതലാണ്. യുക്രൈനൊക്കെ ശരിക്കും പേ ഔട്ടൊക്കെ അയക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യമാണ്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത്. കാരണം വെച്ചാൽ ഒരു വാർ സംഭവിച്ചപ്പോൾ അവിടുത്തെ ആക്ടിവിസ്റ്റുകൾക്കും അവിടെ ജീവിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ വരുമാനം മാർഗ്ഗങ്ങൾ കൂടുതൽ അവർ അന്വേഷിക്കുമ്പോൾ ഒരു ഓൺലൈനിൽ ഒരു ആർട്ട് വിറ്റ്, ബൈമിയ കോഫി വഴി വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ള കാര്യം, അതിലൊരു മെമ്പർഷിപ്പ് തുടങ്ങാം, അതിലൊരു യോഗ ക്ലാസ് തുടങ്ങാം,
അതൊക്കെ ഏറ്റവും എളുപ്പമുള്ള വഴി ബൈ മീ കോഫിയാണെന്ന് ഞാൻ പറയാം. ഏറ്റവും നല്ല വഴിയാവണമെന്നില്ല, ഓരോന്നിനും അതിൻ്റെതായ നല്ല വഴികൾ ഉണ്ടാവായിരിക്കാം, പക്ഷേ എല്ലാം ചെറിയ രീതിയിൽ എളുപ്പം ചെയ്യാൻ ബൈ മീ കോഫിയാണ്. ആ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ചില ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും നോക്കുമ്പോഴും നമ്മൾ അവരെ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കോഫി മേടിക്കുന്ന പൈസ കൊടുക്കാന്ന് അത് വലിയ വാല്യൂ ആവില്ല, അതുകൊണ്ട് വേണ്ട എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അവർ വലിയൊരാളാണ്, അപ്പോൾ നമുക്കൊരു ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു സംഖ്യ കൊടുക്കണം എന്നുള്ള മെൻറ്റാലിറ്റി നമുക്ക് നമ്മളെ പിടിച്ച് പിന്നിലോട്ട് വലിക്കും. പക്ഷെ ബൈ മീ കോഫി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കോഫിയുടെ ഫണ്ട് അത് ആർക്കും കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അല്ലേ? അത് നമ്മൾ സർപ്രൈസ് ആവും. ആൾക്കാർ 100,000 കോഫിയൊക്കെ വാങ്ങിക്കുക, $10,000 ചുമ്മാ ആൾക്കാർ കൊടുക്കുന്നവരുണ്ട്. അതേപോലെ ഇപ്പോൾ വലിയ പേടിപ്പിക്കുന്ന ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഞങ്ങളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ശരിക്കും പേടിപ്പിക്കേണ്ടത് വാങ്ങണല്ലോ നമുക്ക് രാത്രി. എത്ര കോപ്പിയാ? എനിക്ക് 1000 ആണെന്ന് തോന്നുന്നു. ഒരു അപ്പർ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി, കാര്യം അതിൽ കൂടുതലാണ് എന്തെങ്കിലും ഒന്ന് നോക്കണമല്ലോ. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ വലിയ എമൗണ്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു അപ്പർ ലിമിറ്റ് വയ്ക്കാൻ കാരണം വെച്ചാൽ ഫ്രോഡൊക്കെ വലിയൊരു തലവേദനയാണ്. പേയ്മെൻ്റ് കാര്യമല്ലേ, അപ്പോൾ ആർക്കും അയക്കുന്നത് എന്താ കിട്ടുന്നത് എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ നോക്കണം, മോഡറേറ്റ് ചെയ്യണം. മോഡറേഷൻ ടീം മോഡറേഷൻ എഫേർട്സും കുറേ എനർജി എടുക്കുന്ന കാര്യമാണ്. ഇവൻ എൻ്റെ എനർജി തന്നെ ഒരു 30% ഫ്രോഡ്, അബ്യൂസ്, സ്പാം. ഇത് കാര്യം നമ്മൾ ഓരോന്ന് സോൾവ് ചെയ്യുമ്പോൾ പുതിയ തരത്തിലുള്ള എന്ത് ഫ്രോഡ് വരാനാണ്? പേയ്മെൻറ്റ് ഫ്രോഡ് പല തരത്തിലുണ്ട്. ഞാൻ വേണം അതിനെക്കുറിച്ച് വേണം ഒരു മണിക്കൂർ സംസാരിക്കാം. പക്ഷേ സ്റ്റോളൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് ആൾക്കാർക്ക് പേ ചെയ്യാം, എന്നിട്ട് ചാർജ് ബാക്ക് അടിക്കാം. ഈ സ്റ്റോളൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് പേ ചെയ്തെന്ന് വിചാരിച്ചു, ആ ഒറിജിനൽ കാർഡ് ഓണർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ, കാര്യം അയാൾ കൊടുത്തതായിരിക്കില്ല. എന്നിട്ട് ഇതെല്ലാം ഈ പേയ്മെൻറ്റ് എടുത്തിട്ട് ഇവർക്ക് പേ ഔട്ട് ചെയ്ത് പോയാൽ പോരെ, നമ്മളല്ലേ പിന്നെ ഇടയ്ക്ക് ഇടനിലക്കാരനായിട്ടുള്ളത്. അങ്ങനെ ലോസ് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഓണം മന്ത്ലി ബേസ് ലോസ് ഉണ്ടാവാറുണ്ട്. ആ ഒരു ഫ്രോഡിനുള്ള പേഴ്സൻറ്റേജ് ക്രിയേറ്ററിന് ഒരു 30 ഡേയ്സിൻ്റെ ഗ്യാപ്പിലല്ല ഫണ്ട് പോകുന്നത്, ഇൻസ്റ്റൻ്റ്ലി പോകുന്നുണ്ട്. ഇൻസ്റ്റൻ്റ്ലി ആസ് ഒരു 7 ദിവസത്തിനിടയ്ക്ക് ആ ട്രാൻസാക്ഷൻ നിൽക്കുന്ന സമയം ബാങ്ക് പേ ഔട്ടൊക്കെ. കേസ് വരാണെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ട് വരെ ആൾക്കാർക്ക് വേണേൽ ഇത് ഞാൻ കൊടുത്തതല്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യാം. അപ്പോൾ തിരിച്ച് ഫണ്ട് കൊടുക്കേണ്ടി വരും, ചാർജ് ബാക്ക് ചെയ്യാം. അപ്പോൾ അവരുടെ ഭാഗം ശരിയാണെന്ന് ബാങ്കിൽ തോന്നുകയാണ്, നമ്മുടെ എവിഡൻസ് സബ്മിറ്റ് ചെയ്ത ശേഷം തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് മാത്രമൊന്നുമല്ല, കുറേ തരത്തിലുള്ള ഫ്രോഡുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു, പക്ഷേ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പോയതാണെന്ന് ഞാൻ വിചാരിച്ചത്. തിരിച്ചിട്ടില്ലേ? ഇവിടെ ആ കൾച്ചർ കുറവാണ്, അത് പറഞ്ഞ് ആൾക്കാരെ അറിയിക്കുന്നില്ല. പക്ഷേ US നന്നായി അടുത്തേറ്റ് കഴിഞ്ഞൊരു കാശ് പോയിട്ടുണ്ടായിരുന്നു. അതെ, അവർ ചെയ്ത് മറന്നു പോയ കാര്യങ്ങൾ തന്നെ അവർ പോയി ക്യാഷ് ബാക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കും, ബാങ്ക് കൊടുക്കും. ബാങ്ക് എപ്പോഴും കൺസ്യൂമറിൻ്റെ ഭാഗത്താണ്, മെർച്ചൻറ്റിൻ്റെ ഭാഗത്തല്ല. ബിസിനസ്സുകാരെ പിന്നെ ഉണ്ടാക്കുന്നതായിരിക്കും അവരുടെ ഒരു കോൺസെപ്റ്റ്. പക്ഷേ കൺസ്യൂമറിനെ ഫ്രോഡ് ചെയ്യുന്നതാണ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രയോറിറ്റി. അങ്ങനെ തിരിച്ചു കിട്ടൂലേ? അതറിഞ്ഞത് വലിയൊരു ഇൻഫർമേഷൻ ആയിട്ടോ. പക്ഷേ ഏതായാലും ഈ ഡൊണേഷൻസ് ഇപ്പോൾ ചെറിയൊരു ഭാഗമാട്ടോ. ഞങ്ങളിപ്പോൾ മെമ്പർഷിപ്പ്, മന്ത്ലി മെമ്പർഷിപ്പ് മില്യൺസ് മന്ത്ലി വോളിയം ചെയ്യുന്നുണ്ട്. ഷോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് $500,000 പെർ മന്ത് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ വോളിയം. അതായത് $500,000 ക്രിയേറ്റേഴ്സ് ഷോപ്പിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ ഷോപ്പ്, ആർട്ട് ഷോപ്പുകളൊക്കെ ഉണ്ടാക്കി. ആ കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. വെച്ചാൽ ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ബൈ മീ കോഫി എനിക്ക് പണ്ട് അറിയാവുന്ന ഫോമാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ ബൈ മീ കോഫിയുടെ പ്രൊഡക്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോഴേ വേറെ 2-3 കാറ്റഗറി കിടക്കുന്നുണ്ട്. അതായത് ഒന്ന് മെമ്പർഷിപ്പ്, ഒന്ന് ഷോപ്പ് എന്നുള്ള ഓപ്ഷന്. എന്താ ഷോപ്പ് എന്നുള്ള കൺസെപ്റ്റ് എന്താ വന്നത്? ഷോപ്പ് എന്ന് പറയുമ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പിക്കാൻ നോക്കുന്നതെന്ന് വിചാരിച്ചു. ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ഒരു നിഖിലിന് പറയാവുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അഡോബിൻ്റെ ഒരു ഫിൽറ്ററുമല്ലോ, അതൊക്കെ വിൽക്കുന്നവരുണ്ട്. നല്ല രസമുള്ള ഫിൽറ്റേഴ്സ്, ഫോട്ടോ പെട്ടെന്ന് 1 ക്ലിക്കിൽ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എവിടെ നമ്മൾ വിൽക്കുക? ഷോപ്പിഫൈയിലോ ആമസോണിലൊന്നും വിൽക്കാൻ പറ്റില്ലല്ലോ. ഒരു ഡിജിറ്റലായിട്ട് വിൽക്കാനുള്ളൊരു സ്ഥലം വേണമല്ലോ. പറ്റിയ സ്ഥലമാണ് ബൈ മീ കോഫിയുടെ ഷോപ്പ്. സോ ഒരു ബൈ മീ കോഫിയുടെ പേജ് ഉണ്ടാക്കുന്നു, അവിടെ ഈ ഫിൽറ്റർ കൊണ്ട് വെക്കുന്നു, $5, $10, $150 എന്താണെന്ന് വെച്ചാൽ ഇടുന്നു, അല്ലെ ഫ്രീ ആക്കി വെക്കുന്നു. എന്നിട്ട് ഇമെയിൽ ലിസ്റ്റ് കളക്ട് ചെയ്യാം. സോ അതിനുള്ള ഒരു സംവിധാനമാണ് ഷോപ്പ്. ഇപ്പോൾ ഡിജിറ്റൽ സാധനങ്ങൾ മാത്രമാണ് സെല് ചെയ്യുള്ളൂ? ഡിജിറ്റൽ ഫിസിക്കലും സെല് ചെയ്യുന്നുണ്ട്. ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പോൾ ഇതുപോലെ കപ്പ് വെറൈറ്റി ആയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ എനിക്ക് തോന്നുന്നു ഒരു 20-30% ഉള്ളൂ. ഡിജിറ്റലാണ് ബാക്കി 70% കൂടുതൽ സാധനങ്ങൾ. ഈ ബുക്കുകൾ, കാര്യങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ ശരിക്കും? അതേ പറഞ്ഞു, $500,000 മുകളിൽ ഷോപ്പ് മാത്രം പ്രോസസ് ചെയ്യുന്നുണ്ട് പെർ മന്ത്. എന്ന് വെച്ചാൽ 5 മില്യൺ പ്ലസ് വെച്ചല്ലോ, 6-7 മില്യൺ ഷോപ്പിൽ നിന്ന് മാത്രം വോളിയം ഉണ്ടാക്കുന്നുണ്ട്. $6-7 മില്യൺ മന്ത്ലി, ഇയർലി. 6-7 മില്യൺ ഇയർലി. ഷോപ്പ് ഏറ്റവും ചെറിയ കാറ്റഗറി ഞങ്ങളുടെ. പക്ഷെ അത് തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കത് കാണിച്ചു തരുന്നത് ഇതൊക്കെ ഈ ചെറിയ ക്രിയേറ്റേഴ്സിലേക്കല്ലേ പോകുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ നമ്പറാണ്, പക്ഷേ ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊന്നും ഫുൾ ടൈം ജോബല്ല അവരുടെ. ഇതൊക്കെ പാർട്ട് ടൈം ആയിട്ട് അവർ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് അവർക്ക് ഒരു $100 കിട്ടിയാലും $10 കിട്ടിയാലും ഞങ്ങൾക്കത് വലിയ കാര്യമാണ്. അവർക്കത് വലിയൊരു കാര്യമായിരിക്കും. കാര്യം ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഞാൻ ആദ്യം എഴുതി കൊടുത്തുണ്ടാക്കി കാശ് വെച്ചാൽ $1 പേപ്പറിലേക്ക് അയച്ചത് വലിയൊരു എമൗണ്ട് അല്ല, പക്ഷേ അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസും
അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. അപ്പോൾ അത് ഞാൻ ജിജോയുടെ 1-2 സാധനം റൈറ്റിംഗ് ഒക്കെ നോക്കിയപ്പോഴേ എനിക്കൊരു കേട്ടൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്. അതായത് നമുക്ക് ഒന്നുമില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുമ്പോഴും നമ്മൾ 1000 രൂപ 10,000 രൂപ വന്നുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അങ്ങനത്തെ ഒരു സംഭവം കൺസെപ്റ്റ് ഇല്ല. അതായത് കുറച്ച് ഫണ്ട് വന്നാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ഭയങ്കരമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വല്ലാണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുള്ളത്. അതവിടെ ഇരിക്കട്ടെ. അതിന് പുറമെ ഒരു ചില രാജ്യങ്ങൾ, അപ്പോൾ നമ്മുടെ പോലത്തെ രാജ്യങ്ങളിലൊക്കെ $10 എന്ന് വെച്ചാൽ എത്രയാണ്, അല്ലെങ്കിൽ ഒരു $100 എന്ന് വെച്ചാൽ എത്രയാണ്, ഒരു 8,000 രൂപയല്ലേ $100 എന്ന് വെച്ചാൽ. അതേസമയം US ഒരു ജിമ്മിന് മെമ്പർഷിപ്പിന് കൊടുക്കുന്ന പൈസയാണ്, പക്ഷേ ഇവിടെ അത് ചിലരുടെ സാലറി വരെയാണ്. അതെ അതെ. അപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഫിലിപ്പീൻസോ ഇന്തോനേഷ്യ അവിടെയൊക്കെ ചെറിയ എമൗണ്ട് എന്ന് വെച്ചാൽ അവരുടെ സാലറി റീപ്ലേസ് ചെയ്യും. അവർക്ക് പിന്നെ ഫുൾ ടൈം ആർട്ടും ക്രിയേറ്റിവിറ്റിയും വീഡിയോയും പരിപാടിയൊക്കെ ഫോക്കസ് ചെയ്യാം. ലൈഫ് ചേഞ്ചിങ് അല്ലേ അത്. അതെ അതെ അതെ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും, കാരണം നമ്മളുടെ കറൻസി മോശമാണല്ലോ. സാധനം കിട്ടിയാൽ തന്നെ ഒരു വർക്ക് കിട്ടിയാൽ തന്നെ സമാധാനം. അതെ. അപ്പോൾ ഇത്രയും എമൗണ്ട് ഇതിലേക്ക് പോകാന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഷോപ്പ് ഞങ്ങളുടെ ചെറിയതാണ്. മെമ്പർഷിപ്പ് മില്യൺസ് പെർ മന്ത് ഉണ്ടാക്കുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UK വുഡ് വർക്ക് ചെയ്യുന്ന ആൾ, ആശാരിപ്പണി ചെയ്യുന്ന ആൾ, പുള്ളി ആശാരിപ്പണീനേക്കാളും കൂടുതൽ കാശ് വൈമികോഫിൽ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള PDF വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ട് മാസം വാങ്ങിച്ച് എടുക്കുന്നുണ്ട്. പുള്ളി ഒരു 5 പൗണ്ടും 10 പൗണ്ടും പെർ മന്ത് ചാർജ് ചെയ്യുന്നുണ്ട്. അതിനുള്ള വരുമാനമായിട്ട് എടുക്കുന്നുണ്ട്. ഒരു 8,000 പൗണ്ട് പെർ മന്ത് വൈമികോഫിൽ നിന്ന് ഉണ്ടാക്കുന്നു. പുള്ളിയുടെ ആക്ച്വൽ റവന്യൂ 3,000-4,000 ഉള്ളൂ ജോലി എന്നുള്ള വരുമാനം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയി നോക്കാം, buymegofi.com/freebird അടിച്ചു നോക്കി കാണാം. ഫ്രീബേർഡ്. അലസ്റ്റേ ജോൺസൺ എന്നാണ് ആളുടെ പേര്. ഈ പുള്ളിയും എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്. ഞങ്ങൾ എപ്പോഴും മെസ്സേജൊക്കെ അയച്ച്, പുള്ളിയുടെ ഭാര്യയൊക്കെ എനിക്കറിയാം. ശരി, ഫുൾ കോൺടാക്സ്റ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര സംഭവം അതാണ്. അത് ആ ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുത്തുന്നില്ല അല്ലേ. പിന്നെ നമുക്ക് ആ ഒരു ഫ്രീഡം കൊണ്ടുവന്നു നമ്മളെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നെഗിൽ കുറെ കാണുന്നുണ്ടാവില്ല. കാര്യം ആദ്യമായിട്ട് ജോലി കിട്ടുന്ന കുറെ എംപ്ലോയീസിൻ്റെ ഫസ്റ്റ് ഇൻകം കിട്ടിക്കഴിഞ്ഞിട്ട് സംസാരിച്ചു നോക്കി അവരോട്. അത് വേറൊരു ഫീലായിരുന്നു. 10-20 വർഷം ജീവിച്ചല്ല, 25 വർഷം ജീവിച്ചിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു പണിക്ക് വേറൊരാളൊരു പൈസ തരുന്നത്. അത് ഭയങ്കര ഒരു ഫീലല്ലേ. അത് തരുന്ന കോൺഫിഡൻസും ഭയങ്കര സംഭവമാണ്. അത് നിങ്ങൾ കുറെ കാണുന്നുണ്ടാവില്ല. ആയിരക്കണക്കിന് സ്റ്റുഡൻസിൻ്റെ കാണാൻ പറ്റുന്നുണ്ടാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിലോട്ട് തിരിച്ചു വന്നാൽ UK നിന്ന് US എത്തിയത്. US പോലെ രാജ്യത്തിലോട്ട് ഒന്ന് വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും വിസ കിട്ടാം. ഞാനൊരു പ്രാവശ്യം പോയി ഫെയിലായ മനുഷ്യനാണ്. നമ്മളൊരു പണ്ടൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് ബോക്സ് അങ്ങനത്തെ ഒരു ഇതല്ലേ, ഒരു ഇൻക്യുബേഷനോ ആക്സിലറേറ്ററോ ഒന്നും ഉണ്ടായില്ല, സംതിങ് US തന്നെ. ഞാൻ അതിന് വേണ്ടിയിട്ട് ചെന്നൈ പോയി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് അവസാനം ഒരു പേപ്പറും എടുത്തരും റിജക്റ്റഡ് കഴിഞ്ഞു. പിന്നെ മറുപടി ഒന്നുമില്ല. എന്തിനാണ് റിജക്ഷൻ കിട്ടിയെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഇതാണ് US ബ്രൂട്ടലാണ് അവിടെ. ഭയങ്കര എന്നാലൊട്ട് എന്തുകൊണ്ടോ US കുറെ ഇമിഗ്രൻസ് ഉണ്ട് താനും, അവരൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. ഇലോൺ മസ്ക് ഒരു ഇമിഗ്രൻ്റ് അല്ലേ അറിയാം. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ആവറേജ് പേഴ്സൺ അവിടെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ എത്തിയത് അവിടെ? ഞാൻ UK വൈ കോമ്പിനേറ്റർ എന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇൻക്യുബേറ്ററാണ്, ഇൻവെസ്റ്ററാണ് വൈ കോമ്പിനേറ്റർ. സ്ട്രൈപ്പിനെയും Airbnb-നെയും ഒക്കെ ഫണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ നിരന്തരം അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ബൈമിയോപ്പിക്ക് മുമ്പും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം അപ്ലൈ ചെയ്തു, പ്രൊജക്റ്റ് ചെയ്തു. അവസാനത്തെ ഒരു റിജക്ഷനിൽ അവർ കുറച്ചുകൂടെ ഫീഡ്ബാക്ക് തന്നു, അതായത് ചെയ്യാനൊക്കെ പറഞ്ഞു. അതായത് ബൈമിയോപ്പ് വെച്ചിട്ട് 4-5 പ്രാവശ്യം റിജക്റ്റ് ചെയ്തു? അല്ല, ബൈമിയോപ്പിക്ക് മുമ്പ് ഞങ്ങൾ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ബൈമിയോപ്പ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നതല്ല. ബൈമിയോപ്പ് വെച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കണ്ടാണ് കിട്ടിയ ഇൻ്റർവ്യൂ ഉണ്ടായത്. ബൈമിയോപ്പ് വെച്ചിട്ട് 2 പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്, റിജക്റ്റ് ചെയ്ത്. പക്ഷെ അവർ പറഞ്ഞു തരും, ഇൻപുട്സ് തരും കുറേ. അവസാനത്തെ ഒരു പ്രാവശ്യം ഇൻപുട്ട് തന്നുള്ളൂ. അവരധികം പ്രോമിസിങ് അല്ലെങ്കിൽ സമയം വേസ്റ്റ് ചെയ്യാറില്ല. നോ പറയാം, ജനറൊക്കെ ആയിരിക്കും. പ്രോമിസിങ് ആണെങ്കിൽ അവർ കുറച്ച് ഫീഡ്ബാക്ക് കൂടെ തരും. ചിലപ്പോൾ ഇൻ്റർവ്യൂവിനെ വിളിക്കും. അവസാനത്തിൽ ഞങ്ങളെ ഇൻ്റർവ്യൂവിനെ വിളിച്ചു, ഫീഡ്ബാക്ക് ഒന്ന് ഇൻ്റർവ്യൂവിനെ വിളിച്ചു. അവിടെ നിന്ന് റിജക്റ്റ് ആയിരുന്നു. പിന്നെ ഒരു ഇതിൽ US ചെന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് പോയത്. അങ്ങനെയാണ് ആദ്യമായിട്ട് US പോകുന്നത്. ആ ഇൻ്റർവ്യൂവിനാണ് പോകുന്നത്. US അതിനുമ്പോൾ ഒരു വിസിറ്റ് ഞാൻ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി ഒരു ട്രാവൽ വിസ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അതൊരു മാസം മുന്നേ തന്നെ. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പൈസയുടെ അല്ല, അപ്പോൾ ആരെ പ്രതീക്ഷിച്ചിട്ട് പോയത്? അവിടെ കണക്ഷൻ ഉണ്ടായിരുന്നു, മീറ്റിംഗ്. ഒരു ട്രാവൽ വിസ UK അപ്ലൈ ചെയ്തു, കിട്ടി. ട്രാവൽ വിസ US കിട്ടുകയാണ്. 10 വർഷത്തേക്ക് ട്രാവൽ വിസ കിട്ടുക. പോയിട്ട് തിരിച്ചു വരണം. 6 മാസം കണ്ട്. അത് ഇന്ത്യയിൽ കിട്ടാനേ പാട്, UK കിട്ടാൻ കുറച്ചുകൂടി ഈസി ആവില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇതിൽ ആദ്യത്തെ പോക്കിൽ തന്നെ ഞാനൊരു ഇൻവെസ്റ്റർ, ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ മെൻറ്ററും ഇൻവെസ്റ്ററും ഒക്കെ ആയിട്ടുള്ള അൻകൂർ എന്നുള്ള ആ പുള്ളിനെ മീറ്റ് ചെയ്തു ആദ്യത്തെ പോക്കിന് തന്നെ. അൻകൂർ? ഏത് അൻകൂർ? ടീച്ചബിൾ എന്നുള്ള കമ്പനിയുടെ ഫൗണ്ടർ അൻകൂർ നാഗ്പാൽ എന്നിട്ടുള്ള. അൻകൂർ വാരിക്കൂറിൻ്റെ. അത് വേറെ.
അപ്പം ഞാൻ പറഞ്ഞ അൻകൂർ 2 വർഷം മുമ്പേ ടീച്ചബിൾ വിറ്റു, ഒരു വലിയ $250 million ഒരു എക്സിറ്റ് ചെയ്തു. ഇപ്പോൾ വേറെ കമ്പനി ചെയ്യുക. പക്ഷേ ഹി വാസ് ലൈക്ക് മൈ ഫസ്റ്റ് സപ്പോർട്ടർ. എനിക്കൊന്ന് അവരെങ്ങനെ കണക്ട് ചെയ്തപ്പോൾ അവരുമായിട്ട് ഞാൻ ട്വിറ്ററിൽ DM ചെയ്തതാണ്. ട്വിറ്ററിൽ ചുമ്മാ മെസ്സേജ് ഞാൻ US എത്തി നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെയാണ്. എത്തിയതിനു ശേഷം അതിന് മുന്നേ പ്ലാനൊന്നും ഇല്ലായിരുന്നു വരുന്നുള്ളത്? ഇല്ല പ്ലാനൊന്നുമില്ല. US എത്തിയ ശേഷം എനിക്ക് ഓർമ്മ ഉണ്ടാവും. അല്ല, US പോകുമ്പോൾ ഫണ്ട് റേസ് ചെയ്യാനാണ് പോകുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആരോട് പോയി ചോദിക്കും? അവിടെ കുറച്ച് ഇവന്റുകളിലൊക്കെ പോകാൻ പറ്റാവുന്നത്ര ആൾക്കാരെ മെസ്സേജ് അയച്ച് കാണാം. മെസ്സേജിലാണ് പോയിട്ട് ഒന്നാമത് അവിടെ എത്തുന്നൊരു ഉറപ്പ് വേണ്ടേ. അവിടെ എത്തിയിട്ടല്ലേ നമുക്കൊരു ഉറപ്പാവുള്ള US എത്തി. അപ്പോൾ അങ്ങനെ പോയെ. US എത്തിയിട്ടാണ് ഞാൻ പിന്നെ പണി തുടങ്ങി. അവിടെ നിന്ന് അതെ, വൈസിനെ കുറിച്ച് പണ്ടേ അറിയായിരുന്നു. വൈസിനെ കുറിച്ച് പണ്ടേ അറിയായിരുന്നു. അപ്പോൾ കുറേ അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ 2018 ഈവൻ US പോകുന്നതിന് മുമ്പ് തന്നെ UK ഇരുന്നപ്പോൾ തന്നെ സ്ട്രൈപ്പ് ഞങ്ങൾക്കൊരു ചെറിയൊരു ചെക്ക് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അവരാണ് ഞങ്ങൾ ആദ്യത്തെ ഇൻവെസ്റ്റർ. $10,000 ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. വൈസി കിട്ടുന്നതിന് മുന്നേ കിട്ടുന്നതിന് മുമ്പ് സ്ട്രൈപ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു ചെറിയൊരു ഫണ്ട് തുടങ്ങി, ചെറിയ കുറച്ച് സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിനകത്ത് ഭാഗമായിട്ട് കിട്ടിയ ആ ഒരു തുകയാണ് ആദ്യത്തെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോഴും സ്ട്രൈപ്പ് 1% ഓൺ ചെയ്യുന്നുണ്ട് കമ്പനിയുടെ. കാര്യം വളരെ ചെറിയ വാല്യുവേഷനിലാണ് എടുത്ത. 1 million വാല്യുവേഷൻ ആയിരുന്നു. 10,000 എന്ന് വെച്ചാൽ അത്ര 1%ആണല്ലോ. അതെ, അത് ഞങ്ങൾ പ്രൗഡായിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ സമയത്ത് കമ്പനി UK-ലാണുള്ളത് ബേസ്. ഞാൻ UK-ലാണ്. കമ്പനി തുടക്കം മുതൽ ബൈമേക്ക് ഓഫ് ഇൻകോർപ്പറേറ്റ് ചെയ്തത്, ബൈമേക്ക് ഓഫ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത് US-ലാണ്. ഞങ്ങൾ ഫണ്ട് കിട്ടുന്നത് US-ൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ US പോകേണ്ട ആവശ്യമില്ല. ആർക്ക് വേണേലും ഇന്ത്യയെന്നോ UK-ന്നോ എവിടെ നിന്ന് വേണമെങ്കിലും US-ൽ $500 എടുത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. എല്ലാ കാര്യവും ചെയ്യും. അതിനും സ്ട്രൈപ്പിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അങ്ങനെ സ്ട്രൈപ്പ് അറ്റ്ലസ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതുവഴി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ അറ്റ്ലസ് വഴി ചെയ്ത കുറച്ച് സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് സ്ട്രൈപ്പ് ഈ പറഞ്ഞ ഒരു കുറച്ച് സ്റ്റാർട്ടപ്പുകൾ അന്ന് സപ്പോർട്ട് ചെയ്തത്. അതിലൊന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ട്. ഇപ്പോൾ അറ്റ്ലസിൻ്റെ ഹോം പേജിൽ പോയി ഞങ്ങൾ ഫീച്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. അറ്റ്ലസിന് വന്നതുകൊണ്ട് ഇങ്ങനെ സക്സസ്ഫുൾ ആയതുകൊണ്ടായിരിക്കാം അവർ ഫീച്ചർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഈ 10,000 ക്യാഷ് വരുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അത് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് റവന്യൂ ഒക്കെ ഉണ്ടായിരുന്നു. 10,000 വലിയൊരു മാറ്റമൊന്നും വരത്തില്ലല്ലോ. പക്ഷേ സ്ട്രൈപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ എടുത്തു. നമ്മുടെ പാർട്ണറൊക്കെ ആണല്ലോ, പേയ്മെൻറ്റ് കമ്പനിയല്ലേ. അപ്പോൾ അവരെ കൂടെ നിർത്തേണ്ട ആൾക്കാരായതുകൊണ്ട് നമ്മൾ എടുത്താൽ അത് വലിയ മാറ്റമൊന്നും വരുത്തില്ല. അവരങ്ങോട്ട് അപ്രോച്ച് ചെയ്താണ് അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. കാര്യം ബൈമേക്ക് ഓഫ് അപ്പോൾ ഉണ്ടായിരുന്നു. ബൈമേക്ക് ഓഫ് അപ്പം 2018 ലാസ്റ്റിലേക്ക് അത് കിടക്കുമ്പോൾ ഒരു 8 മാസമായിട്ടുണ്ടായിരുന്നു ബൈമേക്ക് ഓഫ്. പ്രൊഡക്റ്റ് ഉണ്ടിലൊക്കെ നമ്പർ 1 ആയി, ആക്യുർ ന്യൂസിലായി. എന്നിട്ട് അതൊക്കെ ശേഷമാണ് ഞാൻ YC കയറിയതും US പോയതൊക്കെ. അതിന് മുന്നേ കമ്പനി US തന്നെ ഉണ്ടായിരുന്നു. ഇത് പോകുന്നതിന് മുമ്പ് US കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. US കമ്പനി ഉണ്ടാക്കി 2016-ലാണ് പബ്ലിഷർ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ. പക്ഷെ അപ്പോൾ നമ്മൾ US കമ്പനി ഉണ്ടാക്കുമ്പോൾ നമുക്കവിടെ ഒരു പ്രസൻസ് വേണ്ട. ബാങ്ക് അക്കൗണ്ട് വരെ നമുക്ക് കിട്ടും. എന്നിട്ട് അപ്പോൾ അവിടെ ഫണ്ട് നമുക്ക് ഫണ്ട് എടുക്കാനൊക്കെ പറ്റുമോ? നമ്മൾ വേറെ എല്ലാം ഓൺലൈനിൽ അയച്ചാൽ മതി. ശരി. ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. അവിടുത്തെ ആളാവണമെന്നൊന്നുമില്ല, അവിടുത്തെ ഐഡൻറ്റിറ്റി വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ഡെലവെയർ എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലെ 33% ഇൻകോർപ്പറേഷനും ഇപ്പോൾ നടക്കുന്നത് സ്ട്രൈപ്പിൻ്റെ അറ്റ്ലസ് വഴിയാണ്. ആ സ്റ്റേറ്റിലെ 33% പുതിയ കമ്പനികളും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രൈപ്പിൻ്റെ ഈ പറഞ്ഞ അറ്റ്ലസ് വഴി. എന്ന് വെച്ചാൽ പുറത്തുള്ള ആൾക്കാർ, പുറം രാജ്യക്കാർ തുടങ്ങാൻ അത്രയും വലുതായിട്ടുണ്ട്. ഇപ്പോൾ 10,000-കണക്കിന് കമ്പനികൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങിയതാ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം YC-ലോട്ട് 2019 ബാച്ചിലാ 18 ലാസ്റ്റ് ഡിസംബറിലാണ് വിളിച്ചത്. 19 ബാച്ചിലോട്ട് കയറി. 19 ജാനുവരി ആയപ്പോൾ എടുത്തി. ഓക്കെ. നമ്മൾ മീറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണെന്ന് അറിയോ? ഫസ്റ്റ് മീറ്റ് ചെയ്തത് IIM ഒരു സെഷനിലാണ് ആദ്യമായിട്ട് YC-ൽ കയറി ഒരു സ്റ്റാർട്ടപ്പ് ഓർഡർ കാണുന്നത്. അതുവരെ നമുക്ക് YC എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ മാത്രം സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു സംഭവം മാത്രമായിട്ടാണ് നമ്മളെ മനസ്സിലുള്ളത്. നമുക്ക് ഒരു മലയാളി YC-ൽ കയറിയതിൻ്റെ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ കുറേ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു YC-ൽ കിട്ടിയ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ. പിന്നെ കുറേ കമ്പനികൾ കയറി. YC ആക്സസിബിൾ ആണ് ഇപ്പോൾ. കുറേ നമ്മൾ ഷാരിഖിൻ്റെ കമ്പനി, കുറേ കമ്പനീസ് കയറിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ YC-ലോട്ട് കിട്ടിക്കഴിയുമ്പോഴേ ശരിക്കും അവർ ഫണ്ട് തരുമോ? അതെ, അവരൊരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. 7% അവർ ഇക്വിറ്റി എടുക്കും. 7% എടുക്കും. ശരി. ഫണ്ട് എത്ര തരും? ഫണ്ട് ആ സമയത്ത് 150 ആയിരുന്നു. $150,000 ആയിരുന്നു തന്നിരുന്നത്. ചെറിയ എമൗണ്ടാണ്, പക്ഷേ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള എമൗണ്ട്. ഇപ്പോൾ അവർ 500. ഫണ്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെ കണക്ഷൻസും അവരെ ഇൻപുട്സും ആണല്ലോ അല്ലേ? YC-യുടെ കാര്യത്തിൽ അതെ. ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും കാശ് മാത്രമേ കാര്യമുള്ളൂ. പക്ഷേ YC ഇപ്പോൾ $500,000 ആയിട്ട് തരുന്നത്. ഒരു കൂട്ടി അവരുടെ എമൗണ്ട്.
ഓ ശരി. $500,000 ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. അല്ലാതെ പൈസയിൽ എന്ത് ഫെസിലിറ്റീസ് നമുക്ക് കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ? പൈസയിൽ നമ്മൾ 3 മാസം താമസിക്കുകയാണ് ബേസിക്കലി. അവിടെ ഫസ്റ്റ് ബാച്ചോട്ട് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ച് എന്ന് പറയുകയാണെങ്കിൽ 3 മാസത്തെ അല്ല 4 മാസത്തെ ഒരു പരിപാടിയാണ്, 4 മാസത്തെ ഇവൻ്റ് ആണ്. അവിടെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഡിന്നർ ഉണ്ടാവും. അവിടെ ഈ എയർബിഎൻബിയുടെ ഫൗണ്ടർ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ഒപ്പൊക്കെ സംസാരിക്കാൻ പറ്റുക, അങ്ങനെ കുറേ നല്ല ആൾക്കാരുടെ ഒപ്പം ഇടപെടാൻ പറ്റുക. അവിടെ ഗ്രൂപ്പ് പാർട്ട്നേഴ്സ് തന്നെ ഗൂഗിൾ ഫോട്ടോസും ജിമെയിലൊക്കെ ഇൻവെൻറ്റ് ചെയ്ത ആളാണ്. പോൾ ബുക്ക് എൻ്റെ ഗ്രൂപ്പ് പാർട്ണർ ജിമെയിൽ ഇൻവെൻറ്റ് ചെയ്ത ആളാണ്. ഗ്രൂപ്പ് പാർട്ണർ എന്ന് പറഞ്ഞാൽ വൈസിയിലെ ബാച്ചുകളെ 4 ആയിട്ട് തിരിച്ച് അവർ ഗ്രൂപ്പുകളായിട്ട് വെക്കും. ആ ഗ്രൂപ്പിനെ നോക്കുന്ന 2-3 ഗ്രൂപ്പ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. വൈ കോമ്പിനേറ്ററിലെ തന്നെ പാർട്ട്നേഴ്സ് പലരാണ്. പോൾ ബുക്കെ, ശരി, അതുപോലെ പോൾ ഗ്രഹാം, നമുക്കെല്ലാവരും ഇവരുടെ ഡെയിലി ഇൻട്രാക്ഷൻ ആണോ? എന്താണ് അവിടെ 3 മാസം ഉണ്ടാവും? വീക്ക്ലി 3 പ്രാവശ്യം ആണ് ഇൻട്രാക്ഷൻ. ബാക്കി സമയം നമ്മൾ പോയി പണിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ കോൺസെപ്റ്റ്. അവിടെ പോയി ഇരിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ എവിടെ ഓഫീസിലായാലും വീട്ടിലായാലും അവിടെ നിന്ന് ആക്ച്വൽ വർക്ക് ചെയ്യുക, നെറ്റ്വർക്ക് ചെയ്ത സമയം വേസ്റ്റ് ചെയ്യരുതെന്നാണ് അവരുടെ ഒരു തോട്ട്. ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സോട് മിണ്ടരുതും എന്നുള്ളൊരു അൺസെറ്റ് റൂൾ അവർക്കുണ്ട്. ഡെമോ ഡേ കഴിഞ്ഞിട്ടേ മിണ്ടാൻ പാടുള്ളൂ. ഡെമോ ഡേ 3 മാസം കഴിയുമ്പോൾ ഡെമോ ഡേ ഉണ്ടോ? കഴിഞ്ഞിട്ടുള്ള അതായത് പ്രൊഡക്റ്റിൽ കുറേ ഇൻപുട്സ് ഒക്കെ ആഡ് ചെയ്ത് പിച്ച് ചെയ്യുന്നൊരു ദിവസം. ആ പിച്ച് ചെയ്യാവുന്നതാകുമ്പോഴത്തേക്ക് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക, പ്രൊഡക്റ്റ് നന്നാക്കുക എന്നുള്ള ഒരു ഇത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരത് മോണിറ്റർ ചെയ്യും. ഇവരത് മോണിറ്റർ ചെയ്യും. ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മോണിറ്ററിങ് ആണ്. ഇവർ നമ്മളെ ബേസിക്കലി സപ്പോർട്ടീവ് റോളിലാണ്. ഓക്കെ. എന്നൊരു ഇൻപുട്സ് ഒക്കെ തരും. ഇൻപുട്സ് വളരെ ഓണസ്റ്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താ, ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സിനെ പോലെ ഒരു ഇവർക്ക് എനിക്ക് തോന്നുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിലും വലിയ നഷ്ടമൊന്നുമില്ല. ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ വലിയ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ കഷ്ടപ്പെടുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരിക, അവരുടെ വിഷനിലേക്ക് നമ്മൾ എത്തിക്കുക. അതേസമയം വൈസി പറഞ്ഞ 100 പേരെയൊക്കെയാണ് ഫണ്ട് ചെയ്യുന്നത്. ആൻഡ് വൈസിക്ക് ഓൾറെഡി കുറേ സക്സസ്ഫുൾ കമ്പനികളായി കഴിഞ്ഞു. വൈസിക്ക് നമ്മൾ അങ്ങനെ രക്ഷപ്പെടുന്ന നിർബന്ധമൊന്നുമില്ല. അവർ നമ്മളോട് പറയാൻ സത്യമായിരിക്കും, യാഥാർത്ഥ്യമായിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഒരു ഫൗണ്ടറോട് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കേണ്ട കാര്യമായിരിക്കില്ല ആ പാർട്ണർ പറയുക, വൈസി പറയുക, അവർക്ക് തോന്നുന്ന കാര്യമായിരിക്കും പറയുക, യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ചെറിഷ് ചെയ്യുന്നത് ഇപ്പോഴും ആ മെമ്മറീസ്, ആ കൂട്ടം ആൾക്കാർ, അവരുടെ കൾച്ചറേ വളരെ ഡിഫറെൻ്റ്. ഇപ്പോഴും ഞാനിനി ഫണ്ട് റൈസ് ചെയ്യാനൊന്നും അധികം റെക്കമെൻഡ് ചെയ്യാത്ത ആളാണ്. കാശ് വേണമെങ്കിൽ മാത്രമേ ഫണ്ട് റൈസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ വൈ കോമ്പിനേറ്റർ പോലൊരു അവസരം കിട്ടുകയാണെങ്കിൽ എടുക്കണം എന്ന് ഞാൻ ഉറച്ചൊരു സംശയമില്ല. 2 പ്രാവശ്യം ആലോചിക്കേണ്ടി പറയും. ഓക്കെ. ചുമ്മാ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മാറും, നമ്മുടെ ആ ഒരു വൈബ് മെൻറ്റാലിറ്റി മാറും. ഓക്കെ. അപ്പോൾ ആ ഒരു മീറ്റിംഗ് കുറച്ച് 3 പ്രാവശ്യം 4 പ്രാവശ്യം എന്താ കിട്ടി? അത്രമാത്രം അവിടെ നിന്ന് ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും അവിടെ വൈകുന്നേരം ഡിന്നറും പരിപാടിയൊക്കെ ആയിട്ട് 3 ദിവസം ആഴ്ചയിൽ അവിടെ ഉണ്ടാവും. അങ്ങനെ 3-4 മാസം അതിനുശേഷമാണ് ഈ ഡെമോ ഡേ എന്ന് പറയുന്നത്. ഡെമോ ഡേ കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്തോളൂ പരിപാടി. അതെ, അതുവരെ അവിടെ നിൽക്കണം. ആ ഏരിയയിൽ തന്നെ നമ്മൾ താമസിക്കണം. മൗണ്ടൻ വ്യൂ ഇൻ കാലിഫോർണിയ. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക്? ആക്ടിവിറ്റി എന്ന് ഈ വൈസി എന്നുള്ള പറയണത് വലിയൊരു ഓഫീസൊക്കെ ഉണ്ടോ? കുറേ സ്റ്റാർട്ടപ്സ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടോ? അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണമെന്നില്ല, അവർ നിർബന്ധിക്കുന്നില്ല. പക്ഷേ വലിയ ഓഫീസും ഇതൊക്കെയാണ് കാര്യം. 10-200 കമ്പനികളല്ലേ, ഫൗണ്ടേഴ്സൊക്കെ ഡിന്നർ കഴിക്കുക, സംസാരിക്കുക, കുറേ ടോക്സ് ഉണ്ടാവും. പക്ഷേ അതിനുശേഷം പണി അവിടെ ഈ ഇൻക്യുബേറ്റ് ചെയ്യുന്ന പോലെ സ്റ്റാർട്ടപ്സ് അവിടെ വന്നിരുന്ന് ഫുൾ ടൈം വർക്ക് ചെയ്യണം അങ്ങനെ പരിപാടികളൊന്നും ഇല്ല. അവർ ഓഫീസും കൊടുക്കുന്നില്ല. നമുക്ക് നമ്മുടെ കൾച്ചർ അവരുടെ കൾച്ചറിൽ ഉണ്ടാക്കേണ്ടതെന്ന് അവർക്കുണ്ട്. ഓരോ കമ്പനിക്ക് അവരുടേതായ ഒരു എന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാല് 3 മാസം 4 മാസം എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇരിക്കുക. ഞാൻ കാണുന്നത് സ്റ്റാർട്ടപ്പ് മിഷനാണല്ലോ. നമ്മള് കാണുന്നത് സ്റ്റാർട്ടപ്പ് മിഷനല്ലേ. ഞങ്ങളതാ പ്രതീക്ഷിച്ചത്. ഞങ്ങളവിടെ പോയിട്ട് ആദ്യം കളിച്ചു ഇപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടതാകളാണ്. അവര് ഭക്ഷണം തന്ന് പൊക്കോളാൻ പറഞ്ഞു വിട്ടു. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണല്ലോ എഞ്ചിനീയേഴ്സ് നിങ്ങൾ പറഞ്ഞ് ഇറക്കി വിടുന്നത്. അതേപോലെ തന്നെയാണ് വൈസിയിൽ. അവർ ഗ്രോത്ത്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി 3-4 മാസം കഴിയുമ്പോൾ സാധനം ഷിപ്പ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിനെ ഡെമോ ആക്കാൻ റെഡിയാക്കുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഫണ്ട് തുടക്കത്തിലേ കിട്ടി? അവിടെ എത്തുന്നതിന് മുമ്പ് കിട്ടി. ഇവിടെ നമ്മുടെ യാത്ര ചെലവ്. അപ്പോൾ ആ ഫണ്ട് അവർ കാണുന്നത് എന്താ? നമ്മൾ അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. എക്സാക്ട്ലി. അല്ലാണ്ട് കമ്പനിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും. കാര്യം US ആൾക്കാർക്ക് അവിടെ പോകുമ്പോൾ അത് 4 മാസത്തെ ചിലവാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുക, ഇനീഷ്യലി ഷിപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ അവരൊന്നും കാണുന്നില്ല. എന്നിട്ട് ഡെമോ ഡേയിലാണ് വലിയ റേസ് ചെയ്യണം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വലിയൊരു $millions റേസ്. ഈ ഡെമോ ഡേയിൽ എന്താ സംഭവിക്കും? വേറെ കുറേ ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് വരും അവിടെ? കുറേ ഇൻവെസ്റ്റേഴ്സ് വരും. എല്ലാ ലീഡിങ് ഇൻവെസ്റ്റേഴ്സും വൈസി ഡെമോ ഡേ അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് ഓൺലൈനായിട്ട് പുറത്തോട്ടും കിട്ടുമോ നമുക്ക്? ഓൺലൈനായിട്ട് ഈ അടുത്ത് കോവിഡിന് ശേഷം ചെയ്തു തുടങ്ങി. പക്ഷേ ഇൻ പേഴ്സൺ ഉണ്ടാവും. നമുക്ക് സെലക്ടഡ് ഇൻവെസ്റ്റേഴ്സിനെ മാത്രം അവർ ഇൻവൈറ്റ് ചെയ്ത പ്ലാൻ. അല്ലാതെ പബ്ലിക്കലി അവൈലബിൾ ആവില്ല. പബ്ലിക്കലി അവൈലബിൾ അല്ല വീഡിയോസ് ഒന്നും കിട്ടൂല. വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതുപോലും സെലക്ടഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പബ്ലിക് എന്തായാലും കിട്ടൂല. ഇപ്പോൾ ജിജോയുടെ പിച്ചൊക്കെ എനിക്ക് കാണുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. ഒരു ഓപ്ഷനേ ഇല്ല. വൈസിയുടെ കാര്യത്തിൽ കാണാൻ പറ്റില്ല. അതിനൊരു കാരണം എനിക്ക് മനസ്സിലാവും. കാര്യം ഒന്നാമത് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ള US നിയമമുണ്ട്. എത്രയോ റിക്വയർമെന്റുകളുണ്ട്. ഇല്ലെങ്കിൽ ആൾക്കാർ അവർക്ക് അറിയാത്ത റിസ്കുകൾ എടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം
ഞാൻ ആ ലോയ്ക്ക് അഗേൻസ്റ്റ് ആണ്, പക്ഷേ അങ്ങനത്തെ ഒരു ലോ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഒരു കാര്യം. അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, ഫൗണ്ടേഴ്സിനെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്ത ആൾക്കാർ അവർ കാണിക്കാറില്ല. അതുകൊണ്ടുകൂടെയാണ് അവർ. പക്ഷേ ആ സമയത്ത് കുറേ ലെജൻഡറി ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പറ്റും. സെറീന വില്യംസ്, അങ്ങനെ കുറേ ആൾക്കാരെ നേരിട്ട് അവരൊക്കെ അവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതേപോലത്തെ ലെജൻഡറി സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും ഉണ്ടാവും കുറേ പേര് ഒക്കെ ആ സമയത്ത് അവിടെ വന്ന് മിക്കവാറും എല്ലാവരും പ്രശ്നം. ഡെമോഡയിൽ എന്ത് സംഭവിച്ചു? ഡെമോഡൽ ഞങ്ങൾ പിച്ച് ചെയ്തു. ഡെമോഡ് ആയപ്പോഴത്തേക്കും വേറൊരു പ്രൊജക്ട് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ വൈസി ചെയ്തത്. ബ്രൂ എന്നുള്ള വേറൊരു പോഡ്കാസ്റ്റ് പ്രൊജക്ട് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ചെയ്തത്. വൈമി കോഫി വെച്ചിട്ടല്ല ഞങ്ങൾ ചെയ്തത്. അതിനിടയ്ക്ക് ഞങ്ങൾ വേറൊരു ഐഡിയ ഉണ്ടാക്കി. കാരണം ആ സമയത്ത് വൈമി കോഫി 1.5-2 വർഷമായിട്ടും ചെറിയ കാശ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മാസം ഒരു $2,000-3,000 ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഞങ്ങളുടെ പേഴ്സണേജ് 5 പേഴ്സണേജ് എടുത്തു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് പ്രോസസ് ചെയ്താലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ വരുമാനം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നടക്കാൻ പോകുന്നില്ല, സൈഡാക്കി വെച്ചേക്കാം. എന്നിട്ട് ബ്രൂ എന്നുള്ള പ്രൊഡക്റ്റ് സ്വിച്ച് ചെയ്തു. ആ 3 മാസമായപ്പോഴത്തേക്കും ഞങ്ങൾ 2,000 പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആ ആപ്പിലുണ്ടാക്കി. ഞാൻ ആപ്പിനെ കുറിച്ച് കൂടുതൽ കിടക്കുന്നില്ല, കാര്യം കഴിഞ്ഞല്ലോ. അത് ഞങ്ങൾ ഏതായാലും പിച്ച് ചെയ്തു, ഫണ്ടും പ്രൈസ് ചെയ്തു. അതിനുശേഷം 1 മാസത്തിന് ശേഷം ഞങ്ങൾ പ്രൊഡക്റ്റ് ക്ലോസ് ചെയ്തു. കാര്യം വർക്കൗട്ടായില്ല. അപ്പോൾ അന്ന് ഫണ്ട് റേസ് ചെയ്യാൻ നിന്നില്ല. അന്ന് ചെറുതായിട്ട് റേസ് ചെയ്തു. ഞങ്ങൾ $1 million റേസ് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും അവിടെ പോയിട്ട് ബൈ മീ കോഫിക്ക് ഇൻപുട്ട് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കണക്ഷൻസും അല്ലെങ്കിൽ അവിടുന്ന് കുറേ നോളജ് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ ഭയങ്കരമായിട്ട് വാല്യൂ കിട്ടിയത്? നമ്മളെ മാറ്റി. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ ഫണ്ട് ഉപകാരപ്പെട്ടോ എന്ന് വെച്ചാൽ കാര്യമായിട്ട് ഉപകാരപ്പെട്ടില്ല. ആലോചിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ടുള്ള ആ സമയത്ത് ഞങ്ങളുടെ ലൈഫ് സപ്പോർട്ട് ചെയ്തു, പ്രൊജക്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തു. പിന്നെ ബ്രാൻഡ് വാല്യൂ അല്ലേ വൈസിയിൽ കിട്ടിയ സ്റ്റാർട്ടപ്പ് എന്നുള്ള വൈസി. അതെ, ഞാൻ പറഞ്ഞ അതിനുശേഷമുള്ള ഫണ്ട് റേസിങ്ങിൻ്റെ ആവശ്യം ശരിക്കും ആവശ്യമില്ലായിരുന്നു. എത്ര ഫണ്ട് റേസ് ചെയ്തതിന്? $1 million റേസ് ചെയ്തു. അത് പക്ഷേ ആ ഐഡിയക്ക് ആയിരുന്നു റേസ് ചെയ്തത്. ആ ഐഡിയയും അതിനുശേഷം ബൈ മീ കോഫിക്ക് വേണ്ടിയിട്ട് പിന്നെ $500,000 മറ്റൊരു ഓൾമോസ്റ്റ് അങ്ങനെ എല്ലാവരും മിക്സ് ആയിരുന്നുള്ള ആ സമയത്ത്. ഒരു കമ്പനീൻ്റെ അണ്ടർ തന്നെ ആയിരുന്നല്ലോ. എല്ലാവരും കമ്പനിയാണ്. പല ഐഡിയാസ് ഇറ്ററേറ്റ് ചെയ്യാന്നുള്ള ഇത് മാത്രമാണ്. ബയോലിങ്ക് പുതിയ പ്രൊജക്റ്റ് എല്ലാം ഒരു കമ്പനിയാണ്. കാര്യം എനിക്ക് വെച്ചാൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഇതാക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ സെയിം ടീമിന് ഉപയോഗിച്ച ബിൽഡ് ചെയ്യുന്നത് അതുകൊണ്ടെല്ലാം പബ്ലിഷർ എന്നുള്ള ഒരു കമ്പനിയുടെ അണ്ടറിലാണ് ബൈ മീ കോഫിയും എല്ലാ പ്രൊജക്റ്റും എല്ലാം വരുന്നത്. ശരി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് അലീഷ കൂടെ ഉണ്ട്. അലീഷ കൂടെ ഉണ്ട്. ജോസഫ് കൂടെ ഉണ്ട്. പിന്നെ ജോസഫ് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയല്ലേ. ശരി. അപ്പോൾ ഈ ശരിക്കും കമ്പനിയുടെ കോഫൗണ്ടേഴ്സ് ആരൊക്കെ? കമ്പനിയുടെ ഒറിജിനൽ കോഫൗണ്ടേഴ്സ് ഞാനും ജോസഫുമാണ്. ബൈ മീ കോഫി തുടങ്ങുന്ന സമയത്താണ് അലീഷ വരുന്നത്. ആ സമയത്താണ് നാട്ടിൽ വന്നിട്ടാണ് 2 വർഷം എക്സ്പീരിയൻസ് ആയി. അപ്പോൾ അവിടെ ഇറക്കി. ഞങ്ങൾ ഒരുമിച്ചായിട്ടും അലീഷ ഇൻഫോസിസിൽ പോയിട്ടോ. ഞാൻ അലീഷയുടെ വഴിക്ക് പോയിക്കോട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനുശേഷം പിന്നെ ഫുള്ളി ഇതിലോട്ട് ഫോക്കസ് ആയി. ശരി. അപ്പോൾ 2018 കഴിഞ്ഞ് 2019 പിന്നെ ശരിക്കൊരു എനിക്ക് തോന്നുന്ന ഔട്ട് ബ്രേക്ക് കിട്ടിയത് എപ്പോഴാന്ന് വെച്ചാൽ കോവിഡ് സമയമായപ്പോൾ അല്ലേ? 2020 എക്സാക്ട് 20 മാർച്ചിൽ. ഓക്കെ, 20 മാർച്ചിൽ ഒരു മാസത്തിൽ ബൈ മീ കോഫിയുടെ വോളിയം 10-15 ഇരട്ടിയായി ഒരു മാസത്തിൽ. അതിന് മുന്നേ എപ്പോഴായാലും ബൈ മീ കോഫി നിർത്തണം എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. വയസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇൻഫാക്ട് ആലോചിച്ചു ബൈ മീ കോഫി ഒരു $500,000 ഞങ്ങൾക്ക് വിറ്റാലോ. കാര്യം ഓഫറുകളൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു. വിറ്റാലോ ഞങ്ങൾ സീരിയസ്ലി ആലോചിച്ചായിരുന്നു. ആലോചിച്ചു ക്ലോസ് വിറ്റിരുന്നെങ്കിൽ $500,000 വേണ്ടിയിട്ട് വിറ്റിരുന്നെങ്കിൽ വലിയ മിസ്റ്റേക്ക്. കാര്യം ആ സമയത്ത് എന്താ നമ്മൾ ബ്രൂല് ആ പ്രൊഡക്റ്റും വൈസിയും ഒക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമല്ലേ. അപ്പോൾ ബൈ മീ കോഫി ഒരു വർക്ക് ആവാത്തൊരു സൈഡിൽ. പിന്നെ ഇപ്പോൾ തിരിച്ച് വീണ്ടും ബൈ മീ കോഫി കോവിഡ് വന്നതിന് ശേഷമാണോ അതോ അതിന് മുന്നേ തന്നെ ബൈ മീ കോഫിനെ എടുക്കണം എന്ന് തീരുമാനിക്കാൻ? മുന്നേ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ബൈ മീ കോഫി പതുക്കെ പിക്കപ്പ് ചെയ്യുന്നുണ്ടെന്നൊരു ഫീൽ കിട്ടി. പക്ഷേ കോവിഡ് വന്ന ശേഷം അത് ഔട്ട് ബ്രേക്കായി. വൈസി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി കാശ് റിക്കറിങ് ആയിട്ട് നല്ലപോലെ ഉണ്ടാക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യം, ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം മനസ്സിലായി. കാര്യം ഈ ബ്രൂ എന്ന് പറഞ്ഞ ഈ സൈഡ് ചെയ്ത പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആൾക്കാരുടെ അടുത്ത് പോകും, ഇവൻറ്റിലൊക്കെ പോകും, പോഡ്കാസ്റ്റ് ഇവൻറ്റിനും പോകും. അവിടെയുള്ള ആൾക്കാർ കേട്ടിട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞിട്ട് നേരെ ബൈ മീ കോഫിയുടെ കാര്യം ചോദിക്കും അവർ. അവർക്ക് ബൈ മീ കോഫി വളരെ റെസനേറ്റ് ചെയ്തു, പക്ഷേ ബ്രൂ അങ്ങനെ റെസനേറ്റ് ചെയ്തില്ലായിരുന്നു. ബ്രൂ എന്താ ശരിക്കും? ബ്രൂ ഒരു പോഡ്കാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു ഓഡിയോ യൂട്യൂബ് ആയിരുന്നു. യൂട്യൂബ് ഫോർ ഓഡിയോ ആയിരുന്നു. കാരണം ആ സമയത്ത് പോഡ്കാസ്റ്റ് ഭയങ്കര ഇതാവുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു യൂട്യൂബ് ഫോർ ഓഡിയോ, അപ്പോൾ കുറേ ക്രിയേറ്റേഴ്സായിട്ട് പാർട്ണർ ചെയ്തു, അവരുടെ എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റുകൾ ഇറക്കി അങ്ങനെയൊക്കെ. ശരി. പക്ഷെ അത് റെസനേറ്റ് ചെയ്തില്ല, ചെയ്തില്ല. ബൈ മീ കോഫി അവർക്കൊക്കെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. തിരിച്ച് ഇൻട്രസ്റ്റുകൾ പിക്കപ്പ് ഇത് തന്നെ ഫോക്കസ് ചെയ്യാൻ വിചാരിച്ചു, ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴിക്കോട് നല്ലൊരു ഓഫീസൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ തിരിച്ചു വന്നത്. നാട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. US നിന്ന് ഞങ്ങൾ കുറച്ച് ഫണ്ടൊക്കെ ഇതായി കുറച്ച് കാശൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി കുറച്ച് സംയമനം പാലിക്കാം എന്ന് വിചാരിച്ചു ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. എന്താ US ഭയങ്കര എക്സ്പെൻസ് ആയതുകൊണ്ട്? ഭയങ്കര എക്സ്പെൻസീവ് ആയി. കാര്യം ഞങ്ങൾ ഫണ്ടിങ് കൂടെ കേസ് ചെയ്തപ്പോഴത്തേക്കും കൂടുതൽ ചിലവാക്കി.
ഓക്കെ. ആ സമയത്താണ് കോഴിക്കോട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നത്, അതോ കോവിഡ് വന്നതിന് കോഴിക്കോട്ടെ കോവിഡ് വന്നിരുന്നതിന് തൊട്ട് മുന്നേ 2019 ഹൈലൈറ്റിലെ രണ്ടാമത്തെ ഓഫീസ്. രണ്ടാമത്തെ ഓഫീസ് അത് ഒരു കോവിഡ് തൊട്ട് മുന്നേ അല്ലേ? കോവിഡ് തൊട്ട് മുന്നേ. എന്നിട്ട് 3 മാസം ഓഫീസിലിരിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ശരിക്കും പ്രോഡക്റ്റ് തുടങ്ങാൻ പോകുന്ന സമയം എപ്പോഴാണ്? ആ സമയത്താണ് നമ്മൾ പരിചയം തോന്നുന്നുണ്ട്. ഞങ്ങൾ സൈബർ പാർക്ക് നിർത്തി ഹൈലൈറ്റിലെ രണ്ടാമതായിട്ട് ഓഫീസ്. ഹൈലൈറ്റിൽ നേരത്തെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു 2015. അതിന് ശേഷം US എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ എക്സ്പെൻസ് ഒന്നുമല്ല എന്ന് തന്നെ പറയാല്ലേ? അതെ, വളരെ കുറവായിരുന്നു. വളരെ കുറവായിരുന്നു. ഞങ്ങളപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇത്രയും വലിയൊരു ഓഫീസൊക്കെ. ഞങ്ങൾ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസകരമായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ദിവസം ഒരു നൈറ്റ് അവിടെ വന്നിരുന്ന് ഗെയിം കളിച്ചു നമ്മള് സംസാരിച്ച് കുറേ സംസാരിച്ചിരുന്നിട്ടുണ്ട്. ഒരു ദിവസം നൈറ്റ് IM കണ്ടതിന് ശേഷം പിന്നെ വിസിറ്റ് ചെയ്യാൻ വന്ന് അന്നാണ് ജോസഫിനെയൊക്കെ പരിചയപ്പെട്ട് മീറ്റ് ചെയ്യണത്. അവിടെ ബെഡൊക്കെ ഉണ്ട്, ബെഡൊക്കെ കിടക്കണം. കാരണം നമുക്ക് ഉറക്കം വരുമല്ലോ, നാപ്പി ഉണ്ടായി ഉച്ചയ്ക്ക്. കിച്ചൺ ഉണ്ട്, പ്ലേ സ്റ്റേഷൻ ഉണ്ട്, ഗെയിമിങ്ങും ഇതൊക്കെ ആയിട്ട് നല്ലൊരു. അല്ല നമ്മളതിനെ സ്വപ്നം പോലെ ആയത് കിട്ടില്ല ഓഫീസ് ടഷോ എന്നൊക്കെ കാണണം. ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഞങ്ങൾ ചെയ്തത്. അലീഷയാണ് മെയിൽ ഡിസൈനൊക്കെ ചെയ്തത്. അലീഷയെ കുറിച്ച് ഇന്റീരിയർ ഡിസൈൻ ഇഷ്ടമൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ അവർ നമ്മുടെ ഒരു ഐഡിയ മൊത്തം നല്ലൊരു ടീം എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ കുറേ ഓഫീസുകൾ ചെയ്യുന്ന അനസ് നഹൽ എന്നുള്ള 2 പേരുടെ ഒരു ഇൻറ്റീരിയർ ടീമുണ്ട്. അവരാണ് ആ സമയത്ത് ഓഫീസ് ചെയ്തത്. വളരെ ക്രിയേറ്റീവായിട്ട് നല്ലൊരു ഔട്ട്പുട്ട് ചെയ്ത്. ഓക്കെ. എന്നിട്ട് എന്താ 3 മാസം കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു, എല്ലാവരും വീട്ടിലായി. ആകെ 4 മാസം ഞങ്ങൾ ഓഫീസ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തന്നെ. അത് 2 വർഷത്തോളം റെന്റ് കൊടുത്തു അതിൻ്റെ. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോകണില്ല എന്ന് വിചാരിച്ച് ഞങ്ങളത് ഒഴിവാക്കിയത്. ഓക്കെ. കോവിഡ് സമയത്ത് അപ്പോൾ ജിജോടെ ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു? അല്ല, ഞാൻ തിരിച്ച് നാട്ടിൽ വന്നിട്ടായിരുന്നു. നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓ ശരി. കോവിഡിന് ശേഷമുള്ള 1 വർഷത്തോളം നാട്ടിൽ തന്നെ നിന്നു ഞാൻ. കാര്യം ആ സമയത്ത് ഇത്രയും ചിലവൊക്കെ ആക്കിയതല്ലേ, കുറച്ച് ചിലവ് നോക്കി ചെയ്യാനൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു തന്നെ വന്നത്. ഞാനൊന്നും അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷേ സത്യമായിരുന്നു. ഞങ്ങൾ കുറേ ചിലവാക്കി. ഞങ്ങൾക്കൊരു സുഖമില്ലാത്തൊരു ചിലവാക്കലായിരുന്നു. US പോയിട്ടുള്ള ചിലവാക്കി? US പോയി ഞങ്ങൾ പണ്ട് മുതലേ നമ്മൾ ഉണ്ടാക്കിയ കാശല്ലേ ചിലവാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ബേൺ റേറ്റ് എപ്പോഴും കുറവായിരുന്നു. പക്ഷേ US ഔട്ട്സൈഡ് ഫണ്ടും കിട്ടിയപ്പോൾ തൊട്ട് ഞങ്ങളുടെ ബേൺ റേറ്റ് അതിനനുസരിച്ച് കൂടി. കാരണം ഡിമാൻഡും കൂടി, കാര്യം ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ഡിമാൻഡ് കൂടിയപ്പോൾ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇല്ലാണ്ടാവും, നിർത്തേണ്ടി വരും. മനസ്സിലായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ബേൺ റേറ്റ് അങ്ങ് 10 കുറച്ച് ഇവിടെ വന്ന് ഡിസിപ്ലിൻ പാലിച്ചു. അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഇങ്ങോട്ട് വരിക എന്നുള്ളത്. അല്ല അവിടെ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല, നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റില്ല. അവിടെ ഞങ്ങൾ ഒരു iOS എഞ്ചിനീയറെ ഹയർ ചെയ്തത് 120K ആയിരുന്നു in US dollars. ഓക്കെ. സാലറി പെർ മന്ത്. ഇപ്പോൾ 10K. ഇവിടുത്തെ 8 ലക്ഷം രൂപയാണ് അവിടെ ഒരു ആവറേജ് ഒരു എഞ്ചിനീയർ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും സസ്റ്റൈനബിൾ അല്ല, നിർത്തി. അതേപോലെ അവിടുത്തെ ചിലവുകളൊക്കെ നിർത്തി. നമ്മൾ നിൽക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ചിലവുകളുണ്ടല്ലോ, അതൊക്കെ നിർത്തി തിരിച്ചുകൂടെ വന്നു, വീട്ടിൽ നിന്നു. ആ സമയത്ത് എത്ര മന്ത്ലി ഏകദേശം എത്ര എക്സ്പെൻസ് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? എനിക്കത് ആലോചിക്കാൻ തന്നെ ഇഷ്ടമല്ല. ദൂർത്തടിക്കുന്ന പോലെ ആയിരുന്നു തോന്നാം. പക്ഷേ നമ്മളെ പ്രൊഡക്റ്റുകളായിരുന്നു സ്പെൻഡ് ചെയ്തത്. പ്രൊഡക്റ്റ് നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് ചെയ്തത്. പക്ഷേ പെട്ടെന്ന് കുറേ പണ്ട് വന്നപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം കൂടിയപ്പോൾ പെട്ടെന്ന് സ്പെൻഡ് ചെയ്താവും അല്ലേ? പ്രൊഡക്റ്റിൽ ഡിമാൻഡ് കൂടി, അതായത് റിസൾട്ട് കാണാൻ വേണ്ടി നമ്മൾ ഗ്രോത്തിലും പ്രൊഡക്റ്റിലും കാര്യങ്ങളിലൊക്കെ എക്സസീവ് സ്പെൻഡിങ്. വൈമി കോഫിയുടെ തന്നെയായിരുന്നോ അതോ? വൈമി കോഫി തന്നെ ആദ്യം ബ്രൂവിൽ, പിന്നെ വൈമി കോഫി ചെയ്തു. ആദ്യം കൂടുതൽ ബ്രൂവിലായിരുന്നു എന്നുവെച്ചാൽ ആ ഇടയ്ക്ക് ചെയ്ത പ്രൊജക്റ്റിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് തീരുമാനം അവിടെ നിന്ന് തീരുമാനിച്ചു. അതാരെങ്കിലും വെൻഡേഴ്സ് ആരെങ്കിലും ഇൻപുട്ട് തന്നിട്ടാണോ? ഞങ്ങളാണ് തീരുമാനിച്ചത്. ഞങ്ങൾ തീരുമാനിച്ചു, എല്ലാവരും അറിയിച്ചു. അതൊക്കെ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇൻവെസ്റ്റേഴ്സ് സമ്മതിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ടൊക്കെ ഫണ്ട് റേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സ് സമ്മതിക്കുമോ എന്ന് ആ സമയത്ത് എനിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും ഞാനത് ആലോചിക്കാറില്ല കേട്ടോ. അവർക്ക് മനസ്സിലായി. ഒന്നാമതേ നമുക്ക് അവരുടെ പെർമിഷൻ വാങ്ങിക്കാം. നമുക്ക് ചെയ്യേണ്ട കാര്യത്തിൽ ആരുടെയും പെർമിഷൻ ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നമ്മളത് ചെയ്തു പോകുന്നതുകൊണ്ടാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ അവരുടെ അല്ല കുറച്ചുകൂടി ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടി ആ ഒരു ബോധം ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഐഡിയക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തപ്പോൾ പ്രോട്ടോടൈപ്പിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു കുറച്ച് ചെറിയ ഫണ്ട് റൈസ് ചെയ്തത്, ഒരു 30 lakhs ആണ് റൈസ് ചെയ്തത്. അപ്പം നമ്മുടെ നാട്ടുകാരാണ് ഫണ്ട് എന്ന്. നമ്മൾ പ്രശ്നം വെച്ചാൽ നമുക്കൊരു ചേഞ്ച് വരുത്തുമ്പോഴേ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അവർ ഇത്രയും ദിവസം പിന്നെ നീ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പക്ഷെ അത് അവരുടെ കുറ്റാണ്, നമ്മുടെ കുറ്റല്ല. ഇൻവെസ്റ്റ്മെന്റ് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ല. സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് അറിയോ? Nifty 50 കൊണ്ടുവരിക, അല്ല ഇൻഡെക്സ് ഫണ്ട് കൊണ്ടുവരിക. വർഷം 10, 15, 20% ക്ലിയർ ആയിട്ട് റിസ്ക് ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. അത് ചെയ്താൽ പോരെ. ഇത് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റാണ്. 90% പോകും എന്നുള്ള ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ഹൈ റിട്ടേൺ ഉള്ളൂ. അറിഞ്ഞോടാണല്ലോ അവർ ചെയ്തത്. എനിക്ക് വന്ന US നമ്മുടെ ഇൻവെസ്റ്റേഴ്സൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അവർ കുറേ ചെയ്ത് പരിചയമുള്ളവരാണ്. ഒരാൾ ക്രഞ്ചി റോളിൻ്റെ ഫൗണ്ടർ എന്ന് വെച്ചാൽ അനിമയുടെ ഏറ്റവും വലിയ സൈറ്റ് ഡിസ്നിക്ക് വിറ്റ ക്രഞ്ചി റോളിൻ്റെ ഫൗണ്ടർ കുൻഗാവ്, പുള്ളിയാണ് ഒരു മെയിൻ ഇൻവെസ്റ്റർ. പിന്നെ ഒന്ന് അൻകൂർ, പിന്നെ ഒന്ന് ബോക്സ് എന്ന് പറഞ്ഞ
കമ്പനി ചെയ്ത ആരൻ ലഫി എല്ലാം നല്ല ആൾക്കാരാണ്, വളരെ സപ്പോർട്ടീവായിട്ട് ആൾക്കാർ. അപ്പോൾ അവരെയൊന്നും ഞാൻ മനസ്സിൽ കുറേ വിഷമിച്ചു, പക്ഷെ അവർക്കൊന്നും ഒരു വിഷമമില്ലായിരുന്നു കേട്ടോ. ഞാൻ അറിയിച്ചപ്പോഴത്തേക്ക് അവർ എല്ലാം മുമ്പോട്ട് പോയിക്കോളാം പറഞ്ഞു. കാരണം ഞങ്ങൾ പറഞ്ഞ് ബൈ മീ കോഫിയിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും ബൈ മീ കോഫി ഇഷ്ടമായിരുന്നു. എല്ലാം ഒരു കമ്പനിയാണല്ലോ, അപ്പം ഞാൻ ഇനി ശ്രമിക്കുക എന്നുള്ളത് തന്നെ അവർക്ക് പോസിറ്റീവായി. മറ്റുള്ളവരൊക്കെ നിർത്തി പോകാറാണ്, ഇപ്പോൾ നമ്മൾ അടുത്ത ശ്രമം തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ പോസിറ്റീവായി. ഇനി ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ ഈ ക്രിയേറ്റേഴ്സിനെ ഓൺബോർഡ് ചെയ്യാന്ന് പറയുമല്ലോ, അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സെയിൽസ് ടീം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ് പോലെ? മാർക്കറ്റിംഗ് ഒരുപാട് എക്സ്പെൻസ് വരില്ല. എന്താ വെച്ചാൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അടുത്ത 2 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അത് കാണും ഓട്ടോമാറ്റിക്. അപ്പോൾ പിന്നെ അതേമാതിരി പേ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പുഷ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെയും മാർക്കറ്റിംഗ് എക്സ്പെൻസ് വരുന്നില്ല. ശരിയാണ്. അപ്പോൾ എന്നാലും ഇവരെ ഓൺബോർഡ് ചെയ്യാനൊരു സെയിൽസ് ടീം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും സെയിൽസ് ടീമേ ഇല്ല. സെയിൽസ് ടീമേ ഇല്ല. ഓ ശരി. ഒരിക്കലും സെയിൽസ് ടീമില്ല. ഗ്രോത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ടീമിൽ എപ്പോഴും. ഇപ്പോൾ ഗ്രോത്തിൽ ഒരാളാണ് വർക്ക് ചെയ്യുന്നത് ബൈ മീ കോഫിയിൽ. പക്ഷെ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിംഗ് സൈഡാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതോ ഗ്രോത്ത് ആണ് പ്രൊഡക്റ്റിൻ്റെ ഗ്രോത്തിലാണോ? ഗ്രോത്ത് എന്ന് പറയാൻ മാർക്കറ്റിംഗ്, അതായത് ചില സമയത്ത് ഇൻഫ്ലുവൻസർ വീഡിയോസ് ചെയ്യാറുണ്ട്, ചില സമയത്ത് ആഡ് ചെയ്യാറുണ്ട്, ബ്രാൻഡ് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബൈ മീ കോഫിയുടെ കീവേഡിൽ കോമ്പറ്റീഷൻ വന്ന് വിട്ട് ചെയ്യും, അപ്പോൾ അത് ചെയ്യണം. ട്വിറ്റർ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഒരു മോർ ഡേറ്റ ദാൻ സെയിൽസ് ആണല്ലോ. ഓക്കെ. അപ്പോൾ പെയ്ഡ് ആഡ്സ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് വർക്കുകളൊക്കെ. ഈ ബൈ മീ കോഫി ഇപ്പോൾ ട്രേഡ് മാർക്കായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളതാണോ? അതെ അതെ ആണ്. വേറെ ടീം തുടങ്ങാൻ പറ്റൂല എന്തായാലും? ഇല്ല, പറ്റില്ല. തുടങ്ങിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ട്രേഡ് മാർക്കൊന്നും ഞാൻ അങ്ങനെ വലിയൊരു വില കൽപ്പിക്കുന്നില്ല, പക്ഷേ ട്രേഡ് മാർക്ക് ഉണ്ട് ഏതായാലും. ഞങ്ങളുടെ കീവേഡിൽ വേറെ ആരും ഞങ്ങളുടെ പേര് കൊണ്ട് ബിഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ട്രേഡ് മാർക്ക് എടുത്തത്. അതായത് നമ്മുടെ പേര് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഗൂഗിളിനോട് പറയാം ഇവർ ഞങ്ങളുടെ പേര് ഉപയോഗിച്ചാണ് ബിഡ് ചെയ്യുന്നത്. അല്ല, അവരവരുടെ പേര് ഉപയോഗിച്ച് വേണേൽ നമ്മുടെ കീവേഡിൽ വെച്ചോട്ടെ. പക്ഷേ നമ്മുടെ പേര് വെച്ച് നമുക്കെതിരെ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ യൂസേഴ്സിന് മിസ്ലീഡ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ഓക്കെ. യൂസേഴ്സ് വിചാരിക്കും ഇതാ ബൈ മീ കോഫി വിചാരിച്ച് വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ആ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് കോമ്പറ്റീഷൻ ഇഷ്ടമാണ്, ചെയ്യട്ടെ. ആൾക്കാർ വലുതല്ലേ, ബൈ മീ കോഫിയുടെ മാർക്കറ്റ് ഷെയർസ് ഒന്നുമല്ല, 0.0. കോമ്പറ്റീഷൻ വരുമ്പോഴേ നന്നാവുള്ളൂ. പക്ഷേ നമ്മൾ എവിടെയൊക്കെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മൾ എണീപ്പിക്കുന്ന സംഭവമാണ് കോമ്പറ്റീഷൻ. ശരിക്കും ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പം നമുക്ക് തന്നെ ഇവിടെ നമ്മളതേ പ്രോഗ്രാം നമ്മളിവിടുന്ന് ഇറങ്ങിയ സ്റ്റാഫ് തന്നെ അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്യും നമ്മളെ പകുതി പ്രൈസിലൊക്കെ. അപ്പം അപ്പോഴാണ് ശരിക്കും ആദ്യം ഫിയർ വരും. പക്ഷെ നമ്മൾ ചിന്തിച്ചതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആലോചിച്ചത് ക്വാളിറ്റി കൂട്ടുക. അപ്പോഴാണ് നമ്മൾ ശരിക്കും പോരാ, ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം, കുറച്ചുകൂടി ക്വാളിറ്റി ആഡ് ചെയ്യുക എന്നുള്ള ചിന്ത വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു സാച്ചുറേറ്റഡ് പോലെ പ്രൊഡക്റ്റ് ഓക്കെ ഇതൊക്കെ ഓക്കെയാണ്, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ആ മോഡിലോട്ട് വന്നു പോകും. പലപ്പോഴും നമ്മളെ എണീപ്പിക്കുന്ന ഒരു സാധനമായിട്ട് കോമ്പറ്റീറ്റർ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ. പിന്നെ നമ്മൾ അങ്ങനെ ഞാൻ നമ്മുടെ എല്ലാ മേജർ കോമ്പറ്റീഷൻ്റെ ഫൗണ്ടേഴ്സുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. ഇപ്പം ഗംറോഡ് എന്നുള്ള കമ്പനി ഉണ്ട്, ഞങ്ങളെക്കാൾ ഒരു 2 ഇരട്ടി വലുപ്പമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പേട്രിയായിട്ട് വലിയ ബന്ധമില്ല, പക്ഷേ ബാക്കി എല്ലാവരായിട്ട് ബന്ധമുണ്ട്. പിന്നെ അവരുടെ ഭാഗത്ത് വലിയ ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഒരു വലിയൊരു കോർപ്പറേഷൻ ആയി പോയതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം. പക്ഷേ ഗംറോഡിൻ്റെ ഇപ്പോൾ സഹിലമായിട്ട് ബാക്കി കുറേ പേരുമായിട്ട് ഇപ്പോൾ അടുത്തുള്ളൊരു പിസ്റ്റൻഡർ എന്നുള്ള കമ്പനി വളരെ അടുത്ത ബന്ധം. ഞങ്ങൾ ഇവൻ ലേണിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് ആർക്കും ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാവർക്കും കൂടിയിട്ടേ ഉള്ളൂ. എല്ലാ കാര്യവും ഇൻറ്റേർണലി ഷെയർ ചെയ്യും. ഫ്രോഡിൻ്റെ കാര്യം, പേയ്മെൻറ്റ്, പാർട്ട്ണർഷിപ്പ് ആയാലും എന്തായാലും അവരും അതുപോലെ തന്നെ എൻ്റെ മാർക്കറ്റ് കവർ ചെയ്ത് പോകുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഓ ശരി. പക്ഷേ എല്ലാത്തിനും ഒരു പ്രൊഡക്റ്റ് യൂണീക്ക് അല്ലേ. ചില ആൾക്കാർക്ക് വേണ്ടതാണ് ചിലത് ചെയ്യുന്നത്, ചിലത് വേറെയാണ്. ഒന്നും ഒരേപോലെ അല്ലല്ലോ. അതെ. എനിക്ക് തോന്നുന്നു അതിലുള്ള പല ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങളെ പ്രൊഡക്റ്റ് ഉള്ളത് അല്ലേ? എല്ലാം കൂടി ഒരു ഫീച്ചറുകൾ പല ആരിറ്റി ഉണ്ട്. ഞങ്ങളുടെ അവർ കുറച്ച് കോപ്പി അടിച്ചിട്ടുണ്ട്, അവർ ഞങ്ങളുടെ കോപ്പി അടിച്ചിട്ടുണ്ട്. അത് എനിക്ക് കുഴപ്പമില്ലത്. നമ്മളെല്ലാം കോപ്പി അടിയല്ലേ. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ എല്ലാം കോപ്പി. എന്താ ഇപ്പം നമ്മൾ ബ്ലാങ്ക് സ്ലേറ്റിൽ പോയി ഇത് നമുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു ഇൻസ്പിറേഷൻ. പ്രോട്ടോടൈപ്പിനും കുറേ കണ്ടതിൻ്റെ ഒരു വലിയ ഫലമല്ലേ ശരിക്കും. 42 അക്കാദമി ഇവര് പല അക്കാദമികൾ ചെയ്ത മോഡൽ നിന്നാണ് നമ്മുടെ മോഡലുണ്ട്. അതെ. ഒറിജിനൽ ഐഡിയ എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല. ഇപ്പോൾ 4:30 അലാറം വെച്ചേക്കുന്നു, 5:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്തും, കോഫി കുടിക്കും. എന്നിട്ട് എനിക്കൊരു 4 മണിക്കൂർ നല്ല ഫോക്കസ്ഡ് വർക്ക്. അതായിരുന്നു ആ കാലത്ത്. അങ്ങനെ ഇൻറ്റേർണലി ഗോൾ വെക്കാറില്ല, മൈൽ സ്റ്റോൺസ് ഒന്നും വെക്കാറില്ല. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളായിരിക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പ്രിവെയിൽ ചെയ്യും. കാറാണെങ്കിൽ ഇപ്പോൾ ടെസ്ല, അവർക്കൊരു സെയിൽസ് പീപ്പിൾ ഉണ്ടായിരുന്നില്ല, ഒരു ഷോറൂം ഉണ്ടായിരുന്നില്ല. അവരിപ്പോൾ ഏറ്റവും നമ്പർ 1 സെല്ലിംഗ് കാറായി വരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്നുണ്ട് കുറേ സാധനങ്ങൾ.